എഴുതിയ സുവിശേഷം എന്ന പുസ്തകത്തിന്റെ 10ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. കഴിഞ്ഞ 9 ക്ലാസ്സുകളിലായി നമ്മള് 3ാമത്തെ അധ്യായത്തിന്റെ പ്രവേശിപ്പാട് കർത്താവ് സഹായിച്ചു. ഇന്ന് തുടർന്നുള്ള കഴിഞ്ഞ ചിന്തിച്ച വിഷയത്തിന്റെ തുടർപ്പാണത്തിലേക്കാണ് നമ്മൾ ചിന്തിപ്പാട് കർത്താവ് താല്പര്യപ്പെടുന്നത്. കർത്താവ് നിക്കോദെമോസ് എന്ന യഹൂദ പ്രമാണിയായിരിക്കുന്ന പരീക്ഷ സംഘത്തിൽപ്പെട്ടവനായിരിക്കുന്ന ഒരാളുള്ള സംസാരത്തെക്കുറിച്ചും ദൈവം വെളിപ്പെടുത്തി കൊടുത്ത മാർമിക വിഷയങ്ങളെ കുറിച്ചുമാണ് 3ാം അധ്യായം അതിന്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒരു വ്യക്തിയോടുള്ള സംസാരമാണെങ്കിലും യഹൂദന്മാരുടെ ചിന്താഗതികളിൽ അവർക്ക് അറിയാമായിരുന്ന കാര്യങ്ങളെ കർത്താവായ യേശു ക്രിസ്തു വേണ്ട വിധത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് മുമ്പ് നഥനയേലിനോട് സംസാരിച്ചു. അവിടെയും ദൈവം ദൈവിക മർമ്മങ്ങളെ വെളിപ്പെടുത്തി അത് യാക്കോബാകുന്ന ഇസ്രായേലിനുള്ള ബന്ധത്തിൽ അന്ന് എന്താണ് കണ്ടത്, യാക്കോബ് കണ്ട ദർശനം, അതിന്റെ പൊരുളിനെ കുറിച്ചാണ് വെളിപ്പെടുത്തിയത്. ഇവിടെ ആദ്യമായിട്ട് മനുഷ്യപുത്രൻ എന്ന ബന്ധത്തിൽ ദൈവം നഥനയേലിനെ യേശുവിനെ വെളിപ്പെടുത്തോട്ടിയാ തന്നു. 3ാം അധ്യായത്തിൽ നിക്കോദെമോസിനും ദൈവം മനുഷ്യപുത്രൻ എന്ന നിലയിൽ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് എന്താകുന്നു നിത്യജീവൻ, അതെങ്ങനെ പ്രാപിച്ചെടുക്കാം, അതിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് ഈ നിക്കോദെമോസിനുള്ള വിഷയത്തിലുള്ള പ്രധാനപ്പെട്ട കർത്താവ് അവരോട് പറഞ്ഞ പ്രധാന കാര്യങ്ങളൊക്കെയാണ്. 10 കാര്യങ്ങളാണ് നമുക്ക് ഈ അധ്യായത്തിന്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം. അതിന്റെ 1ാമത്തത് വീണ്ടും ജനനത്തെ കുറിച്ചുള്ള സന്ദേശം ദൈവം മാർമികമായിട്ട് തൊട്ട് സംസാരിപ്പാട്ടിടയാത്ത വീണ്ടും ജനനത്താണ്. വീണ്ടും ജനിക്കുന്നതിനെക്കുറിച്ച് വീണ്ടും ജനനത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ അതിന്റെ വിശകലനമൊക്കെ പിന്നീടാണ്. എന്നാൽ അതുവരെയും പറയാത്ത പുതിയ നിയമത്തിൽ തുടങ്ങിയ ഒരു കാര്യമാണ് വീണ്ടും ജനനം എന്നുള്ളത്. പഴയ നിയമത്തിൽ അത് മനസ്സിലായിരുന്നില്ല, വെളിവാരുന്നില്ല. അത് അങ്ങനെ വെളിപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടെന്നാൽ വീണ്ടും ജനനം അല്ലെങ്കിൽ പുനർജനനം എന്നുള്ള ആ വിഷയത്തെക്കുറിച്ച് ദൈവം അറിയാവുന്നവരോടാണ് ദൈവം സംസാരിച്ചത്. നിക്കോദെമോസൊക്കെ വചനപരമായി പഴയ നിയമത്തിന്റെ യഹൂദന്മാർക്ക് ലഭിച്ച പ്രമാണത്തിൽ വളരെ ഉന്നതമായ പാണ്ഡിത്യമുള്ളവരാണ്. അവര് ധനമുള്ളവരും പാണ്ഡിത്യമുള്ളവരും അറിവുള്ളവരും പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ള നല്ല ബന്ധമുള്ളവരാണ് ഈ നിക്കോദെമോസൊക്കെ. അപ്പോൾ ദൈവം അവനോട് സംസാരിക്കുന്നത് ആ ഒരു അർത്ഥത്തിൽ ദൈവനോട് സംസാരിക്കുകയാണ്. നഥനയേലോട് സംസാരിച്ചപ്പോൾ അവനോട് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ സാക്ഷാൽ ഇസ്രായേൽ എന്താകുന്നു എന്നുള്ള ബന്ധത്തിലാണ് സംസാരിച്ചതെങ്കിൽ നിക്കോദെമോസിനോടുള്ള ദൈവത്തിന്റെ സംസാരത്തിൽ നിന്ന് ദൈവം അവൻ വെളിപ്പെടുത്തി കൊടുക്കുന്നത് നമുക്ക് വെളിപ്പെടുത്തുന്നത് നിത്യജീവനുള്ള ബന്ധത്തിലാണ്. വീണ്ടും ജനനത്തെ കുറിച്ചാണ് അതിന്റെ 1ാമത്തെ ഭാഗം പറഞ്ഞത്. 2ാമത്തെ കർത്താവിനോട് മർമ്മമായി പറഞ്ഞ ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞു. 3ാമത്തെ 3ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് വീണ്ടും ജനനവും ദൈവരാജ്യവും. 3ാമത് ദൈവം അവനോട് പറഞ്ഞത് ദൈവിക തൃത്വ സാക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞു. ദൈവിക തൃത്വ സാക്ഷ്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. 3ാമത്തെ എന്റെ 5ാം വാക്യം ദൈവിക തൃത്വ സാക്ഷ്യം. 1ാം അധ്യായം എന്റെ 5ാമത്തെ വാക്യം. അത് കൊള്ളത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനത്തെ കുറിച്ചാണ്. അപ്പൊ ആത്മാവ് എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നതിനെ കുറിച്ചാണ് അതിന്റെ 3ാമത്തെ കാര്യം കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ദൈവിക തൃത്വ സാക്ഷിയാനോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് സാക്ഷ്യം എന്നോട് പറയുകയും വചനത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ആണ് 3ാമതായി ദൈവയുടെ കർത്താവിടെ ഈ നിക്കോദെമോസ് 3ാമത്തെ അധ്യായം 5ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടുത്ത പറഞ്ഞിരിക്കുന്നത് 3ാം അധ്യായം 8ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആത്മാവിനാൽ ജനിച്ചവരുടെ പ്രത്യേകതയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 5ാമതായി ഈ ഭാഗങ്ങൾ ദൈവം വെളിപ്പെടുത്തിക്കുന്നത് യേശുക്രിസ്തുവിനെ മനുഷ്യപുത്രനായി വെളിപ്പെടുത്തിയിരിക്കുന്നു. 3ാം അധ്യായം 13ാം ഭാഗം യേശുവിനെ മനുഷ്യപുത്രൻ എന്ന രീതിയിൽ നിക്കോദെമോസ് വെളിപ്പെടുത്തി. അപ്പൊ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകും. എല്ലാവർക്കും മനസ്സിലാകത്തില്ലെങ്കിലും മനുഷ്യപുത്രൻ ആരാകുന്നു എന്നുള്ളത് ദൈവം വെളിപ്പെടുത്തി. നമ്മളിതിന്റെ ഏകദേശം ഒരു ഔട്ട്ലൈൻ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള എക്സ്പ്രഷൻ നൽകട്ടായിരിക്കും. 6ാമതായി കർത്താവ് പറഞ്ഞത്
പിച്ചള സർപ്പത്തെ ഉയർത്തതിനെ പൊരുളിനെ കുറിച്ചാണ് 3-ാം 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 3-ാം 16-ാം വാക്യത്തില് ലോകത്തെ സ്നേഹിച്ച ദൈവസ്നേഹത്തെ കുറിച്ചാണ് 3-ാം 16-ാം വാക്യത്തില് ദൈവം പറഞ്ഞിരിക്കുന്നത്. 3-ാം 17-ാം വാക്യത്തിൽ യേശുക്രിസ്തു ഒന്നാമത്തെ പ്രത്യക്ഷത എന്തിനു വേണ്ടി എന്നുള്ളതിനാണ് 3-ാം 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 9-ാമത് പറഞ്ഞിരിക്കുന്നത് 3-ാം 18-19 വാക്യമാണ് രക്ഷ അല്ലെങ്കിൽ ശിക്ഷ എന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 10-ാമത്തെ കാര്യം സത്യ വെളിച്ചത്തിലേക്ക് വരുന്നവരും വരാത്തവരെ കുറിച്ചുള്ള കാര്യമാണ് 3-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ഇതാണ് ഈ നിക്കോദെമോസിനോടുള്ള ക്രിസ്തുയേശുവിന്റെ സംസാരത്തിലെ പ്രധാന വിഷയങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, വീണ്ടും ജനനം, ദൈവരാജ്യം, വചനത്താലും ആത്മാവിനാലും ഉള്ള വീണ്ടും ജനനം, ആത്മാവിൽ ജനിച്ചവരുടെ പ്രത്യേകത, മനുഷ്യപുത്രനെ വെളിപ്പെടുത്തുന്നു, പിച്ചളസർപ്പത്തെ ഉയർത്തിയതിന്റെ പൊരുൾ, ലോകത്തെ സ്നേഹിച്ച ദൈവസ്നേഹം, യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷത ഉദ്ദേശം, രക്ഷ അല്ലെങ്കിൽ ശിക്ഷ മനുഷ്യനുള്ള ബന്ധത്തിൽ, സത്യവെളിച്ചത്തിലേക്ക് വരുന്നവരും വരാത്തവരും തമ്മിലുള്ള അന്തരം. ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് കർത്താവ് നിക്കോദെമോസിനോട് പറഞ്ഞതെന്ന് നമുക്ക് അതിന്റെ സംക്ഷിപ്ത രൂപമായിട്ട് എടുത്ത് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നലെ നമ്മള് ചിന്തിച്ച് കർത്താവായ യേശുക്രിസ്തു സാക്ഷ്യത്തെ കുറിച്ച്, യഥാർത്ഥമായ സാക്ഷ്യം എന്താകുന്നു എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ കഴിയാത്തത്. അതിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ദൈവിക തൃത്വം എന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളത് നമുക്കത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയാത്തത്. അതിലേക്ക് വരുന്നതായിരിക്കും. ഞാൻ അതിന്റെ 3-ാം അധ്യായം 6 വാക്യങ്ങളെ വായിച്ച് ചിന്തിപ്പാൻ താല്പര്യപ്പെടില്ല. ജഡത്താൽ ജനിച്ച ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകും. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, ശബ്ദം നീ കേൾക്കുന്നുവെങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചതും എല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറയും. ആത്മാവിന്റെ ജനനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. സ്നാനപ്പെടുന്നതിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ചർച്ചിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. പക്ഷെ എന്നാൽ രക്ഷിക്കപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റ് ആർക്കും വാങ്ങിക്കാൻ കഴിയത്തില്ല. കാരണം എന്നാ ഒരുവൻ രക്ഷിക്കപ്പെട്ടെന്നോ എപ്പോഴാണ് ദൈവം ആ പേരെഴുതിയെന്നോ ഭൂമിയിലുള്ള ഒരു മനുഷ്യർക്കും അറിയത്തില്ല. നമ്മള് പ്രധാന സന്ദേശ സമയത്ത് അത് രേഖപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ള ദൈവം തീരുമാനിക്കും. ഒരു മനുഷ്യൻ എപ്പോൾ സ്നാനപ്പെട്ടു, അല്ലെ എപ്പോൾ രക്ഷപ്പെട്ടു, വീട്ടിൽ നിന്ന് പ്രാപിച്ചു, ദൈവത്തിന്റെ പൈതലായി തീർന്നു എന്നുള്ളത്, എപ്പോഴാണ് നമ്മുടെ പേര് ജീവിതത്തിൽ ചേർക്കപ്പെട്ടത്, സ്വർഗത്തിൽ എഴുതപ്പെട്ടതെന്നുള്ളത് നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് കാറ്റ് എവിടെ നിന്ന് വരുന്നു എന്നാൽ നമുക്കറിയാം നാം ദൈവമക്കളാണ്. അല്ലാതെ എന്ന് രേഖപ്പെടുത്തി എന്നുള്ളതിന്റെ വ്യക്തമായിരിക്കുന്ന സമയവും കഴിഞ്ഞൊന്നും നമുക്കത് സ്വർഗത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെട്ടതാണ്. എന്നാൽ നമ്മൾ സ്നാനപ്പെട്ട് സഭയോട് ചേരുമ്പോഴുള്ള ഡേറ്റ് വെച്ചുള്ള അത് ഭൂമിയിൽ ചെയ്ത കാര്യമായതുകൊണ്ട് നമുക്ക് അതിന് തെളിവുണ്ട്, അതിന് സർട്ടിഫിക്കറ്റ് കിട്ടും. എന്നാൽ വീണ്ടും ജനനം പ്രാപിക്കുന്നതിനെ കുറിച്ച്, രക്ഷ പ്രാപിച്ചതിനെ കുറിച്ച് ആർക്കും നമുക്ക് എപ്പോഴാണത് ലഭിച്ചെന്നുള്ളത് നമുക്കറിയത്തില്ല. എന്നാൽ നമുക്കറിയാം നാം ദൈവമക്കളാണെന്നുള്ളത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ചവര് നമ്മൾ ജനിച്ചിരിക്കുന്നു, എവിടെ നിന്ന് വന്നു എവിടേക്ക് പോകുന്നുള്ളത് അറിയാത്ത കാറ്റുണ്ട്, നമുക്കറിയാം. അറിയാത്തതുപോലെ ഈ ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം അതുപോലെ ആകുന്ന ഉത്തരം പറയും. അപ്പൊ നമുക്കറിയാം നമ്മൾ ദൈവമക്കളാണ്. നമുക്ക് ഏകദേശം ഒരു ചിന്തയുണ്ട് നമ്മൾ ദൈവത്തിന്റെ കാര്യത്തിലേക്ക് പോകും എന്നുള്ളതല്ലാതെ അതിനേക്കാൾ കൂടുതലായിട്ടുള്ളത് നമുക്കറിയത്തില്ല. ഇപ്പൊ കാറ്റുണ്ടെന്നും കാറ്റ് വന്നെന്നും കാറ്റ് പോയെന്നും നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ ആത്മാവിനാൽ ജനിച്ചവർക്ക് നമ്മൾ ദൈവമക്കളാണെന്നറിയാം. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. നാം ഇന്നത് ആകും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. അതാണ് ആത്മാവ് ജനിച്ചവരുടെ പ്രത്യേകത. അതാർക്കും ഇന്നതാകുമെന്ന്, അങ്ങനെ അല്ലെങ്കിൽ ഇന്നതായി എന്നൊന്നും നമുക്ക് ക്ലെയിം ചെയ്യുവാൻ പറ്റത്തില്ല. അത് ദൈവത്തിന്റെ കൈവയ്ക്കുന്ന കാര്യമാണ്. അത് കാറ്റ് ഇഷ്ടമുള്ളോട് തോന്നുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചതെല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറയും. നമ്മൾ ലോകത്തോട് സംസാരിക്കുമ്പോൾ നമ്മൾ ദൈവമക്കളാണെന്ന് പറയുമ്പോൾ അവർക്ക് സംശയമുണ്ട്, ഇതെങ്ങനെയാണ്
നിങ്ങൾ ദൈവമക്കളാകുന്നത് എങ്ങനെയാ തെളിയിക്കാൻ പറ്റുന്നത് എങ്ങനെയാ? നമുക്കത് തെളിയിക്കാൻ പറ്റത്തില്ല. ഞാനും ഞങ്ങൾ ദൈവമക്കളായെന്നുള്ളതിന്റെ പ്രത്യേകതയൊന്നും നമ്മുടെ ശരീരത്തിൽ എഴുതപ്പെട്ടിട്ടില്ല. പക്ഷേ നമുക്കറിയാം ദൈവത്തിന്റെ ആത്മാവ് വന്നു, നാം വിശ്വസിച്ചു, ദൈവമക്കളായി എന്നുള്ളത് നമുക്കുള്ളിൽ സാക്ഷ്യമോ. പക്ഷെ അത് ലോകത്തുള്ളവർക്ക് ആർക്കും അറിയത്തില്ല, മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് അറിവുണ്ട്, നമുക്ക് മാറ്റം സംഭവിച്ചു. പക്ഷെ എപ്പോൾ നടന്നു, എന്താണ്, എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കൃത്യതയായിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ലെങ്കിലും നമുക്കൊരു കാറ്റ് പോലെ മനസ്സിലാകുന്നുണ്ട്. അതെ, എങ്ങനെയാണ് പഠിക്കുന്നതും കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതും ഒക്കെ മനസ്സിലാകുമ്പോൾ ഇന്നതാകും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകുമ്പോൾ ലോകത്തിനകത്ത് മനുഷ്യർക്ക് മനസ്സിലാകത്തില്ല, അവർക്കത് വ്യക്തമാക്കി എടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു. അപ്പോൾ എന്ന് പറഞ്ഞു നിക്കോദെമോസ് അവനോട് ഇത് എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിക്കുന്നത്? ഈ വെള്ളത്താലും ആത്മാവിനാലും വെള്ളത്താലും ജനിക്കണം എന്നൊക്കെ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകാതെ അവൻ ദൈവത്തോട് ചോദിക്കുക. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ ഉപദേശമായിരുന്നിട്ടും ഇതറിയുന്നില്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ നിക്കോദെമോസ് യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞ സാക്ഷ്യം എന്താണെന്നറിയാമോ? അവനോട് പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവെന്നല്ല പറഞ്ഞത്, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന ഉപദേഷ്ടാവ് ആണ് യേശു ക്രിസ്തു എന്ന തിരിച്ചറിവ് അവന് യേശു ചെയ്ത അടയാളങ്ങൾ കണ്ടപ്പോൾ അവനത് മനസ്സിലായി. നമ്മൾ തുറന്ന ഭാഗങ്ങളൊക്കെ വായിക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ ജനത്തിനിടയിൽ വലിയ ചിന്തിപ്പുണ്ടാകുന്നുണ്ട്. ഇത്രയും വലിയ അത്ഭുതം ചെയ്ത ഈ മനുഷ്യനല്ലാതെ വേറെ ആരാണ് ക്രിസ്തു എന്നൊക്കെ പറഞ്ഞ് കർത്താവിൽ വിശ്വസിക്കുന്നതിനെ കുറിച്ച് അങ്ങനെ വലിയൊരു ആ കാലഘട്ടത്തിൽ യേശുവിന്റെ ആ സമയത്ത് ഞങ്ങളുടെ വലിയൊരു സംസാര വിഷയമായിരുന്നു ക്രിസ്തു എന്നുള്ളത്, യേശു എന്നുള്ളത്. അവൻ ആരാകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയ ചിലർ അവനെ രാജാവാക്കാൻ ശ്രമിക്കുന്നു, ചിലർ അവനെ കൊല്ലാൻ വേണ്ടി സമ്മിശ്രമായിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു, ഒരു സാഹചര്യമായിരുന്നു ക്രിസ്തുവിന്റെ 3 വർഷത്തെ ശുശ്രൂഷ ഉള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചിലർ വിശ്വസിക്കുന്നു, ചിലർ അവിശ്വസിക്കുന്നു, ചിലർ രാജാവാക്കാൻ ശ്രമിക്കുന്നു, ചിലർ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇതേ കുറിച്ചൊക്കെയാണ് തോന്നുന്നു എഴുതിയിരിക്കുന്നത്. അങ്ങനെ സമ്മിശ്രമായിരിക്കുന്ന ചിന്തകൾ ഉള്ള ഒരു ജനതയുടെ മുമ്പിൽ യേശു ആരാണെന്ന് നിക്കോദെമോസ് വെളിപ്പെടുത്തി കൊടുക്കുക. എന്താണ് ഈ നിത്യജീവൻ, എന്താണ് വീണ്ടും ഞാൻ എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള സംസാരം കർത്താവ് പറയുമ്പോൾ പൊതുവെല്ലാവരും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ രാത്രിയിലാണ് വന്നത്. അവൻ രാത്രി വന്നപ്പോൾ ദൈവനോട് സംസാരിച്ച് രേഖപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ രാത്രി ദൈവം അവന്റെ അടുക്കൽ വന്നപ്പോൾ അന്ന് യേശുവിന്റെ അടുക്കൽ ആരൊക്കെയുണ്ട്, ശിഷ്യന്മാരൊക്കെ അവർ കേട്ടിട്ടുണ്ട്. പൊതുവായിട്ടാണ് കർത്താവ് സംസാരിച്ചത്, അവന്റെ രഹസ്യത്തിലാണ്. യേശുവിനോട് നീ ഇസ്രായേലിന്റെ ഉപദേശമായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ? ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷിയിരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ലാത്ത ഈ ഞങ്ങളുടെ സാക്ഷ്യം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളത് ഒരിക്കലും യേശുവിന് ശിഷ്യന്മാരുടെ സാക്ഷ്യമല്ല. അപ്പൊ നമ്മളിത് വായിക്കുമ്പോൾ ഒരുപക്ഷെ ചിന്തിക്കും, സാക്ഷിയിരിക്കുകയും ചെയ്യുന്നു, ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ല എന്ന് പറയുമ്പോൾ യേശുവിന്റെയും ശിഷ്യന്മാരുടെയും സാക്ഷ്യം ശിഷ്യന്മാരുടെ സാക്ഷ്യം പറയാൻ തുടങ്ങിയില്ല. ഈ ശിഷ്യന്മാരെ കർത്താവ് സാക്ഷികളാക്കിയത് അപ്പോസ്തലപ്രവൃത്തിയിൽ ആണ് അവർ രേഖപ്പെടുത്തി. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷമായ 40 ദിവസം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പാണ് കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ സാക്ഷികളാകാൻ പോകുന്നത്. അതുവരെയും യേശുവിന്റെ സാക്ഷ്യം കർത്താവ് തന്നെയാണ് പ്രസ്താവിച്ചത്. യോഹന്നാൻ സാക്ഷീകരിച്ചു. അതിനുശേഷമായി ഞങ്ങളുടെ സാക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ സാക്ഷ്യത്തെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള പറഞ്ഞ സാക്ഷ്യത്തെ കുറിച്ചോ അല്ല പറഞ്ഞത്. നിക്കോദെമോസ് സാക്ഷ്യം പറഞ്ഞു യേശുവിനെ കുറിച്ച്. പക്ഷേ കർത്താവ് പറഞ്ഞ ഈ സാക്ഷ്യമൊക്കെ താൽക്കാലിക, അത് മാറിമറിയുന്നത്. എന്നാൽ മാറ്റമില്ലാത്ത സാക്ഷ്യം സ്വർഗത്തിലുമുണ്ട്, ഭൂമിയിലുമുണ്ട്. ആ സാക്ഷ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. ഇവിടെ ഈ പറഞ്ഞ വചനം ഒന്ന് മനസ്സിലാകണപ്പോൾ ഇത് മനസ്സിലാക്കിയെടുത്തില്ലെങ്കിൽ പിന്നീട് സംശയങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ അല്ല എന്നുള്ള ചിന്ത ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തില്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യെഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവൻ കാണെ അവൻ ആരോപണം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവ് ഉയർക്കപ്പെട്ട് 40 ദിവസം പ്രത്യക്ഷപ്പെട്ട ശേഷമായി ഒലിവ് മലയിൽ നിന്ന് അവൻ
സ്വർഗാസ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുന്ന സമയത്ത് അവരെ കരമുയർത്തി അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ സാക്ഷികളാകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം, ഞങ്ങളുടെ സാക്ഷ്യം എന്ന ഈ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം, അത് മറ്റാരുടെയും സാക്ഷ്യമല്ല, ദൈവിക തത്വസാക്ഷ്യമാണ്. ദൈവത്തിന്റെ സാക്ഷ്യം. അതേക്കുറിച്ച് ഇന്നലെ നമ്മൾ ചിന്തിച്ചിരുന്നു. ഒന്നുകൂടി ഉറപ്പിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഭാഗം ഇതിനോടുള്ളത് ഇപ്പോൾ ഒന്നുകൂടി എടുക്കുന്നത്. നമ്മൾ ചിന്തിച്ചത് യോഹന്നാൻ എഴുതിയ ലേഖനം, ഒന്നാമത്തെ ലേഖനം 5-ാം അധ്യായം, അതിന്റെ 6, 7, 8 വാക്യങ്ങളായിരുന്നു. ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു, യേശുക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. ആത്മാവ് സാക്ഷ്യം പറയും. ആത്മാവ് സത്യമല്ലോ. സാക്ഷ്യം പറയുന്നവർ മൂവർ ഉണ്ട്. ആത്മാവ്, ജലം, രക്തം, ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. അപ്പോൾ ആത്മാവ് ദൈവമാണ്. ആത്മാവ് സാക്ഷ്യം എന്ന് പറയാണ്. ആത്മാവ് സത്യമല്ലോ, സത്യദൈവം. സത്യദൈവം പറയുന്ന സാക്ഷ്യമാണ് സത്യമായിട്ടുള്ളത്. അതാണ് സത്യസാക്ഷ്യം. എന്നേക്കും നിൽക്കുന്നതാണ് സത്യമായിട്ടുള്ളത്. മനുഷ്യന്റെ സാക്ഷ്യം, അവന് സംശയം വരുമ്പോൾ അവിശ്വസിക്കും, അത് മാറിപ്പോകും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യന്റെ ആവശ്യമോ സാക്ഷ്യമോ തന്നെത്താൻ അവരെ ആരും ഏൽപ്പിച്ചു കൊടുത്തില്ല. അതുപോലെ മനുഷ്യന്റെ സാക്ഷ്യം യേശു പറയേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ എല്ലാവരുടെയും ഉള്ളിലുള്ളതെന്ന് അറിയാമായിരുന്നു. എന്നാൽ ഈ ദൈവിക തൃത്വ സാക്ഷ്യത്തെ കുറിച്ച്, അതാണ് ഞങ്ങളുടെ സാക്ഷ്യം എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യരുടെ സാക്ഷ്യമല്ല, ഇത് ശിഷ്യന്മാരുടെയോ മറ്റുള്ള സാക്ഷ്യമല്ല. അവര് ദൈവസാക്ഷ്യം അവരെ ഏൽപ്പിച്ചത് കർത്താവിന്റെ ദൈവസഭയുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ശേഷമാണ് ഈ ക്രിസ്തുവിന്റെ സാക്ഷികൾ എഴുന്നേറ്റത്. അതുവരെയും അങ്ങനെ ഒരു സാക്ഷ്യ സമൂഹത്തെ ദൈവം എഴുന്നേൽപ്പിച്ചിരുന്നില്ല. അത് പരിശുദ്ധാത്മാവിന്റെ സാക്ഷികളായി നാം പ്രസംഗിക്കുന്ന ക്രിസ്തുവിനെയാണ്, ദൈവരാജ്യത്തെയാണ്, ദൈവസഭയാണ് നാം വെളിപ്പെടുത്തുന്നത്. ഇവിടെ കർത്താവ് ഈ പറഞ്ഞിരിക്കുന്നത് അത് ഞങ്ങളുടെ സാക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായി വിചാരിക്കുന്നു. ഞങ്ങളുടെ സാക്ഷ്യം എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ പറഞ്ഞ സാക്ഷ്യത്തെ കുറിച്ചല്ല. യോഹന്നാൻ മനുഷ്യനാണ്, അവൻ പറഞ്ഞു, അവൻ തന്നെ സംശയിച്ചു പോയി. ഈ സാക്ഷ്യം പറഞ്ഞ യോഹന്നാൻ തന്നെ പിന്നീട് ചോദിച്ചു, വരാനുള്ളത് നീ തന്നെയാണെന്ന് ചോദിച്ചു. അതേയുള്ള സാക്ഷ്യം. മനുഷ്യന്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രശ്നവും പ്രതിസന്ധിയും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ദൈവം സഹായിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംശയം ഉണ്ടാകും, ദൈവമാണോ, ദൈവം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കും ദൈവമാണോ എന്നൊക്കെ നമുക്ക് സാക്ഷ്യം ഉണ്ടായി. നമുക്ക് മാറ്റം വരും, മനുഷ്യർക്ക് മാറ്റം വരും. യോഹന്നാൻ സ്നാപകൻ സാക്ഷ്യം പറഞ്ഞു. പിന്നീട് യോഹന്നാൻ സ്നാപകൻ ജയിലിലായിരുന്നപ്പോൾ അദ്ദേഹം വിചാരിച്ചത് യേശു വന്ന് തന്നെ അവിടുന്ന് റിലീസ് ചെയ്യും, സ്വതന്ത്രമാക്കും എന്നുള്ള ചിന്തയായിരുന്നു യോഹന്നാൻ ഉണ്ടായത്. പക്ഷെ എന്നാൽ യേശു അത് ചെയ്യാൻ പോയില്ല. അപ്പൊ അവന് സംശയമുണ്ടായി. നമ്മൾ വിചാരിച്ച ഒരു ദൈവത്തിന്റെ ഹിതമാണ്. അങ്ങനെ യോഹന്നാൻ അവിടെ കൊണ്ട് അവന്റെ ജീവിതം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഇടപെടാൻ പോകത്തില്ല. അപ്പൊ ആ സംശയം ഉണ്ടാകുന്നത് യേശുവിന്റെ ആ യേശുവിനെ കുറിച്ചുള്ള അറിവുണ്ടായിട്ടാണ് യോഹന്നാൻ സ്നാപകൻ വളരെ ശക്തമായി അന്ന് നീതിയോട് അവൻ സംസാരിച്ചത്. അപ്പം അന്നത്തെ ഭരണ അധികാരികൾക്കെതിരായിട്ട് വിചാരിച്ചത് യേശു വന്ന് തന്നെ രക്ഷിക്കുമെന്നുള്ള രീതി. പക്ഷെ യേശു ചെയ്തില്ല. കാരണം അവന്റെ ശുശ്രൂഷ തികച്ചു അവൻ മടങ്ങിപ്പോകേണ്ടത് ആവശ്യമായതുകൊണ്ട് ദൈവം തന്നെ ചെയ്തു. നമ്മുടെ ജീവിതത്തിലും ഈ സംശയമൊക്കെ വരും. പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ, ദൈവമാണോ എന്നൊക്കെയുള്ള സംശയം വരും. ഇപ്പൊ നമ്മുടെ സാക്ഷ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞ സാക്ഷ്യം വൈദ്യുതി പറഞ്ഞു. പക്ഷെ വേറൊരു വിഷയം വരുമ്പോൾ നമ്മുടെ പണ്ട് പറഞ്ഞ സാക്ഷ്യം നമ്മൾ ഇല്ലേ, അങ്ങനെയല്ലേ? അതെ, കഴിഞ്ഞ ദിവസം എന്നെ കുടിവിച്ചു, ഞാൻ അത്ഭുതമായി, അങ്ങനെയായിരുന്നു. അത് അന്നേരം പറഞ്ഞ സാക്ഷ്യമാണ്. മറ്റൊരു വിഷയം വരുമ്പോൾ, അതിനൊക്കെ വരുന്ന വിഷയം വരുമ്പോഴത്തേക്ക് നമുക്ക് സംശയം വരും. അന്ന് അനുഭവിച്ച സാക്ഷ്യങ്ങളും ഒക്കെ മറന്നുപോകും. നമ്മുടെ സൈന്യത്തെ നമ്മൾ പലപ്പോഴും കുറ്റം പറയാറ്. ഞങ്ങളെ തുറന്നിട്ട് കണ്ടിട്ടും അവർ വിശ്വസിച്ചില്ലല്ലോ, അവർ പിന്നീട് അവിശ്വസിച്ചല്ലോ. മനുഷ്യനാണ്. അതുകൊണ്ട് കഥ പറഞ്ഞ മനുഷ്യന്റെ സാക്ഷ്യം അവന്റെ സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തിന്റെ സാക്ഷ്യം സ്ഥിരമുള്ളതാ, മാറ്റമില്ലാത്ത, ഒരിക്കലും മാറിപ്പോകാത്ത. അപ്പോൾ ഞങ്ങളുടെ സാക്ഷ്യം, നിങ്ങൾ കൈക്കൊന്നില്ലാത്ത സാക്ഷ്യം ആ ദൈവിക തൃത്വസാക്ഷ്യമാണ്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ സാക്ഷ്യം പിതാവാം ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും പുത്രനാം ദൈവത്തിന്റെ സാക്ഷ്യമാകുന്നു.
അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല എന്നാണ് ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരിക്കുന്ന നിക്കോദോമസിനോട് കർത്താവ് പറഞ്ഞത്. നിങ്ങൾക്കത് കൈക്കൊള്ളാൻ കഴിയത്തില്ല. നിങ്ങൾ പറയുന്ന യഹോവ അല്ലെങ്കിൽ ദൈവം എന്നത് ആരാകുന്നു എന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ അത് വെളിപ്പെടുത്തുമ്പോൾ, ആ സാക്ഷ്യം പ്രസ്താവിക്കുമ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. കാരണം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയത്തുള്ളൂ. പുള്ളി പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയത്തില്ല എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം പറഞ്ഞത്. ആത്മാവ്, ജലം, രക്തം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല, അത് മർമ്മമായിട്ട് പറഞ്ഞതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ആത്മാവിനാലും വചനത്താലും ജലത്താലും ജനിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളത് നിക്കോദോമസിനോട് ദൈവം പറഞ്ഞു കൊടുത്തു. അതെന്താണെന്നുള്ളത് യോഹന്നാൻ പിന്നീട് അത് മുഴുവൻ എഴുതി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അന്നേരം അവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ അത് രേഖപ്പെടുത്തി. ഈ രേഖപ്പെടുത്തി ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകും. അപ്പൊ യേശു ക്രിസ്തു വന്നത് ജലത്താലും രക്തത്താലും വന്നവൻ എന്നതിന്റെ അർത്ഥം ക്രിസ്തു വചനമാം ദൈവം ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരിലുണ്ടായിരുന്ന ജീവൻ അത് പരിശുദ്ധാത്മാവായിരുന്നു. ജീവരക്തം, ക്രിസ്തുവിലുള്ള ജീവൻ പരിശുദ്ധാത്മാവായിരുന്നു. അവൻ മറിയയുടെ ഉദരത്തിൽ ഉൽപാദിതമായപ്പോൾ അവനിൽ വസിച്ചിരുന്ന ആത്മാവ് പിതാവാൻ ദൈവത്തിന്റെ ആത്മാവായിരുന്നു. ഇതാണ് ദൈവകൃത്വം. ക്രിസ്തു സമ്പൂർണമായിരിക്കുന്ന ദൈവത്തെ അവൻ വെളിപ്പെടുത്തുവാനായി തീർന്നു. അവനാണ് സർവസമ്പൂർണ്ണതയും വഹിക്കുന്ന ദൈവത്തിന്റെ പ്രതിമയായി തീർന്നത്. അവനാണ് സകലത്തിന്റെയും ആദിയാതനായിട്ടുള്ളവൻ. അവൻ ദൈവത്തെ വെളിപ്പെടുത്തി തന്നു. അതാണ് നമുക്ക് മറിയയുടെ ഉരുവായി ക്രിസ്തു മുഖാന്തരം ഇപ്പം വചനമാകുന്ന ആ ദേഹം, യേശുവിന്റെ ശരീരം രൂപപ്പെട്ടപ്പോൾ അവനിൽ ഉൽപാദിതമായ ജീവൻ, അത് ജീവൻ ആയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ യേശു ജനിച്ചു. അവന് ശരീരമുണ്ടായി, അത് വചനമായിരുന്നു. അപ്പോൾ അവനിൽ ആവസിച്ചിരുന്ന ആത്മാവ് പിതാവാം ദൈവത്തിന്റെ. അപ്പൊ അതാണ് ക്രിസ്തുവിലുള്ള ദേഹം വചനമായിരുന്നു, ക്രിസ്തുവിലുണ്ടായിരുന്ന ജീവൻ പരിശുദ്ധാത്മാവായിരുന്നു, ക്രിസ്തുവിലുണ്ടായിരുന്ന ആത്മാവ് പിതാവാം ദൈവത്തിന്റെ. ഇതാണ് ക്രിസ്തുവിലുണ്ടായിരുന്ന ദൈവിക തൃത്വം. അതാണ് നമ്മുടെ ദൈവിക തൃത്വം എന്ന് പറയുന്നത്. മൂന്നും ക്രിസ്തുവിൽ സമ്മേളിച്ചിരിക്കുന്നു. അതാണ് ക്രിസ്തുവിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ആളർത്ഥമായി ക്രിസ്തുവിൽ വസിച്ചിരിക്കുന്നു എന്നതിന് അർത്ഥമാക്കുന്നത്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്ന ആത്മാവ് ജലത്താലും രക്തത്താലും വന്നു പറയുന്നതിന്റെ അർത്ഥം യേശു ക്രിസ്തു ജലത്താൽ വചനമായിരുന്നു, അവൻ പരിശുദ്ധാത്മാവായിരുന്നു. അവൻ വസിച്ച ആത്മാവ് പിതാവാൻ ദൈവത്തിലേതായിരുന്നു. എന്നാൽ വീണ്ടും ജന്മം പ്രാപിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞത് വീണ്ടും ജനിക്കുന്നത് ആത്മാവിനാലും വചനത്താലും. അപ്പോൾ ആത്മാവാകുന്ന പിതാവാൻ ദൈവത്തിന്റെ ഇഷ്ടത്താൽ പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ വചനത്താൽ വീണ്ടും ജനിക്കപ്പെടുമ്പോൾ അവരിൽ ഉളവാകുന്നതാണ് നിത്യജീവൻ. അതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പാപികളായിരുന്നു, മരണത്തിന് ആയിരുന്നു. എന്നാൽ നാം ദൈവത്തിന്റെ പ്രസാദത്താൽ പിതാവ് നമ്മളെ ആകർഷിച്ചപ്പോൾ ദൈവവചനത്തെ നമുക്ക് വിശ്വസിക്കുവാനും വചനം വിശ്വസിച്ചത് കൊണ്ട് നമ്മളിൽ ക്രിസ്തു ഉരുവായി, അവന്റെ ജീവരക്തം നമ്മളിൽ, ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാപങ്ങളെ മോചിച്ചു. നമ്മുടെ ഉള്ളിൽ പിതാവാൻ ദൈവത്തിന്റെ ആകർഷണതയാൽ വചനത്താൽ നാം വീണ്ടും ജനിച്ചപ്പോൾ നമ്മളിൽ ഒഴുകാൻ തുടങ്ങുന്നത് കുഞ്ഞാടിന്റെ തിരുരക്തമാണ്, പരിശുദ്ധാത്മാവാണ്. ഇതാണ് വീണ്ടും ജനത്തെ കുറിച്ച് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് വീണ്ടും ജനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതാണ് നിത്യജീവൻ. അതാണ് ആത്മാവിനാലും ജലത്താലും ജനിക്കുന്നതിന്റെ അർത്ഥം. അതാണ് ചിലർ ചിന്തിക്കുന്നത് അത് സ്നാനത്തുള്ള പദത്തിൽ വചനം കേട്ട് സ്നാനപ്പെടുന്നതിനെയാണ് ജലത്തിലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥമെന്ന് പഠിപ്പിക്കാറുണ്ട്. പക്ഷെ അതല്ല എന്റെ അർത്ഥം. അത് നമ്മൾ അക്ഷരീയമായിട്ട് ചെയ്യുന്ന കാര്യം. പക്ഷെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, കഥ പറഞ്ഞിരിക്കുന്നത് അത് ഈ യോഹന്നാൻ എഴുതിയ ലേഖനം മുഴുവനായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാം. യേശുക്രിസ്തു ജലത്താലും വചനത്താലും വന്നതെന്ന് പറയുമ്പോൾ യേശുക്രിസ്തു സ്ഥാനത്തോടുകൂടിയാണോ? അല്ല. വചനം ഇവിടെ ജലം കാണിക്കുന്നത് വചനത്തെയാണ് കാണിക്കുന്നത്. ജലം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മെ ശുദ്ധിയാക്കുന്ന വചനം, വെടിപ്പാക്കുന്ന വചനം. ജലസ്നാനത്ത എന്ന് പറഞ്ഞിരിക്കുന്ന അർത്ഥമാണ്. ജലം എന്ന് പറഞ്ഞിരിക്കുന്നത് വാട്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് കാണിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെയാണ്, വചനത്തെയാണ് കാണിക്കുന്നത്. അപ്പം വെള്ളമുണ്ട്, ദുരുപദേശമാകുന്ന വെള്ളവുമുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വെള്ളപ്പൊക്കമുണ്ടായി. ദുരുപദേശം അതാണ്.
നദികൾ പൊങ്ങി, വെള്ളപ്പൊക്കം. എന്നാൽ യേശുക്രിസ്തുവിന്റെ വചനം അത് നിർമ്മല വചനമാണ്. ആ വചനമാണ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത്. രക്തം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. യേശു ക്രിസ്തു തന്നെ ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. ഇവിടെ ജലത്താൽ മാത്രമല്ല എന്ന് പറയുന്നത് വചനത്താൽ തന്നെ. വചനത്താൽ തന്നെയല്ല, വചനത്താലും ആത്മാവിനാലും യേശു, വചനത്താലും പരിശുദ്ധാത്മാവിനാലും യേശു ജനിച്ചു. അവനിൽ പിതാവാം ദൈവം വസിച്ചിരുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെയാണ് ആത്മാവ് സാക്ഷ്യം പറയുന്നത്. ആത്മാവ് എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പൊ ദൈവത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവം എന്ന് പറയുന്നത് എന്താണെന്ന് അവിടെ ധരിക്കുന്നത്. ആത്മാവ് സത്യമല്ലോ, യേശുക്രിസ്തു സത്യമാണ്, പിതാവാം ദൈവം സത്യമാണ്, പരിശുദ്ധാത്മാവാം ദൈവം സത്യമാണ്. അതുകൊണ്ട് പറയുന്നത് സാക്ഷ്യം പറയുന്നു. ആത്മാസത്തിൽ സാക്ഷ്യം പറയുന്നവർ മൂവർ ഉണ്ട്. അടിവരയിട്ടോണം. ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചു വരിക തൃത്വം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു വചനമാണ്. ഒന്ന് യോഹന്നാൻ എഴുതിയ ലേഖനത്തിന്റെ 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. ആത്മാസത്യമല്ലോ സാക്ഷ്യം പറയുന്ന മൂവർ ഉണ്ട്, 3 പേരുണ്ട്. 3 പേർ മൂന്നാളത്തങ്ങളെ വെളിപ്പെടുത്തുന്നു. ആ ആത്മാവ്, ജലം, രക്തം, ഈ 3-ന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. ഇവിടെ കർത്താവ് നിക്കോദെമോസിനോട് പറഞ്ഞ ആ വചനം എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലായല്ലോ. ഞങ്ങളുടെ സാക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യരുടെ സാക്ഷ്യമല്ല. യോഹന്നാൻ സാക്ഷ്യമോ, പത്രോസ് പറഞ്ഞ സാക്ഷ്യമോ, യോഹന്നാൻ പറഞ്ഞ സാക്ഷ്യമോ, അല്ലെങ്കിൽ അവന്റെ മറ്റുള്ളവർ പറഞ്ഞ സാക്ഷ്യമോ ഒന്നുമല്ല. നിക്കോദെമോസ് പറഞ്ഞ സാക്ഷ്യമോ, നദനയേൽ പറഞ്ഞ സാക്ഷ്യമോ ഒന്നുമല്ല. അതിൽ സാക്ഷ്യം പറഞ്ഞാൽ നീ ദൈവത്തല്ല, രാജാവാൻ സാക്ഷ്യം പറഞ്ഞു. പക്ഷെ അതൊന്നുമല്ല സാക്ഷ്യം. നിലനിൽക്കുന്ന സാക്ഷ്യം ദൈവത്തിന്റെ സാക്ഷ്യമാണ്. അതാണ് ഞങ്ങളുടെ സാക്ഷ്യം എന്ന് പറയുന്നത്. സാക്ഷ്യം പറയുന്നവർ മൂവർ ഉണ്ട്. ഇതിനെക്കുറിച്ച് മാത്രം ഇന്ന് രാത്രി എടുത്ത് പോകണമെങ്കിൽ ഒരുപാട് സമയമാണ്. പക്ഷെ നമുക്ക് മനസ്സിലായി, ഇതിന്റെ കണ്ടസ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ, അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ സാക്ഷ്യം പറയുന്നവർ മൂവറുണ്ട്. ഈ സാക്ഷ്യം പറയുന്ന മൂവർ ആരാണെന്ന് അവിടെ വെളിപ്പെടുത്തിയില്ല. അതായത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ കർത്താവ് നിക്കോദെമോസിനോട് പറയുമ്പോൾ കർത്താവ് പറഞ്ഞത് പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ലാതാ. അതിന്റെ അർത്ഥം കർത്താവ് പറഞ്ഞു, അന്നേരം ആ സമയത്ത് ദൈവം പ്രസ്താവിക്കപ്പെട്ടിട്ടില്ല, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ല, ആരും തന്നെ കർത്താവ് സാക്ഷികളായിട്ട് അയച്ചിട്ടില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു ഞങ്ങളുടെ സാക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വർഗീയ സാക്ഷ്യമാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അന്ന് കർത്താവ് ഞങ്ങളുടെ സാക്ഷ്യമെന്ന് പറഞ്ഞപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആയിരുന്നു മൂവറുണ്ടായിരുന്നെങ്കിൽ, ഇന്ന് ഒരേ നിയമത്തിൽ ഇത് പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, നാം ദൈവത്തോട് ചേർന്ന് സത്യസാക്ഷ്യം പ്രസ്താവിക്കുന്ന ക്രിസ്തുവിന്റെ സാക്ഷികൾ ആകുന്നു എന്നുള്ളതും അന്ന് ഇല്ലാതിരുന്നതിനെ ദൈവം ഉളവാക്കിയെടുക്കുവാനിടയായി തീർന്നു. അന്ന് വരെയും ദൈവത്തിന്റെ സാക്ഷ്യം പ്രസ്താവിക്കുന്ന സത്യസാക്ഷികളാകുന്ന, സത്യനമസ്കാരികളാകുന്ന, സത്യസാക്ഷ്യത്തിന് ഉള്ളവർ ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പറയുമ്പോൾ ദൈവത്തോട് ചേരുവാനുള്ള സത്യത്തിന്റെ സാക്ഷികളാക്കി നമ്മളെ കൂടി സൗഖ്യമാക്കി. അതാണ് സാക്ഷ്യം. ബാക്കിയുള്ളതൊക്കെ താൽക്കാലികമാണ്. അതെല്ലാം മാറിപ്പോകുമ്പോൾ ക്രിസ്തുവിൽ ഞാനും നിങ്ങളും പറയുന്ന സാക്ഷ്യം ദൈവത്തിന്റെ സാക്ഷ്യമായതുകൊണ്ട്, ദൈവം എന്നേക്കുമുള്ളതായതുകൊണ്ട് നാമും എന്നേക്കുമുള്ളവരാണ്. അതാണ് നിത്യം, അതാണ് എന്നേക്കുമുള്ള സാക്ഷ്യം. ഇത് മനസ്സിലാക്കിയെടുത്തുകൊണ്ടാണ് അവിടെ പത്രോസ് പറഞ്ഞ നിത്യജീവന്റെ മൊഴികൾ നിന്റെ മക്കൾ ഉണ്ടല്ലോ, നിന്നെ വിട്ട് ഞങ്ങൾ വേറെ ആരുടെ അടുക്കൽ പോകും. അപ്പോൾ അവർക്ക് യോഹന്നാന്റെ പഠിപ്പിക്കലും പഴയ നിയമത്തിന്റെ ന്യായപ്രമാണത്തിന്റെ പഠിപ്പിക്കലും വചനങ്ങളെല്ലാം ഒരു കേൾക്കുകയും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ യേശുക്രിസ്തു വന്ന് ഈ സാക്ഷ്യം പറയുന്ന മൂവരുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇത് വെളിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഇത് പറഞ്ഞിരിക്കുന്ന ആത്മാവ്, ജലം, രക്തം, അവിടെ കർത്താവ് ജലത്താലും രക്തത്താലും ആത്മാവിനാലും വചനത്താലും ഒക്കെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി. അപ്പൊ അത് ഈ മലയാളം ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു പൂർണ്ണത ലഭിക്കുന്നില്ല. എന്നല്ല, ഞാനത് ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചിരുന്നു. മലയാളം ബൈബിളിൽ ഇല്ലാത്ത ഒരു വാക്യം കൂടി ഇംഗ്ലീഷ് ബൈബിളിന്റെ ട്രാൻസ്ലേഷനിൽ കൊടുത്തിട്ടുണ്ട്.
അത് ഇന്നലെ ഞാൻ വായിച്ചത് അതോടെ ഞങ്ങൾ ആവർത്തിക്കുന്നത് നമ്മുടെ സംശയം മാറിക്കിട്ടാൻ വേണ്ടിയാണ്. അത് ഒന്ന് യോഹന്നാന്റെ ലേഖന അതിന്റെ 5-ാം അധ്യായം അതിന്റെ 7 മുതൽ വായിക്കും. For there are 3 who bear witness in heaven. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്ന മൂവരുണ്ട്. The Father, the Word and the Holy Spirit. And these are 3 are one. ഈ മൂവർ ഒന്നാണ് ദൈവിക തൃത്വം. ഇത് മലയാളത്തിലെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അത് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ വളരെ വ്യക്തമായി ഇരിക്കുന്നു the Father, the Word and the Holy Spirit and these 3 are one. ഈ മൂന്നിന്റെ സാക്ഷി ഈ മൂവർ ആരാകുന്നു എന്നുള്ളത് നമുക്കറിയാം. ആരാണ് നമുക്കറിയാം. പിതാവ്, പുത്രൻ, പരിശുദ്ധ വേഡ്, the Father, the water and 3 things that bear witness on earth. സ്വർഗത്തിൽ പറഞ്ഞിരിക്കുന്നത് പിതാവ്, വചനം, പരിശുദ്ധാത്മാവ് ആണെങ്കിൽ ഭൂമിയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് the spirit, the water and the blood and these 3 agree as one. ഭൂമിയിൽ സാക്ഷ്യം പറയുന്ന മൂവരും, സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നത് സ്വർഗീയ പിതാവ്, വചനമാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. അത് ഭൂമിയിലേക്ക് വന്നപ്പോൾ ഭൂമിയിൽ സാക്ഷ്യം പറയുന്നത് the spirit, the water and the blood and these 3 agrees one. സ്പിരിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആത്മാവ് പിതാവാം ദൈവത്തെയും, വാട്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് the word പുത്രനാം ദൈവത്തെയും, ആൻഡ് the blood എന്ന് പറഞ്ഞിരിക്കുന്നത് ഹോളി സ്പിരിറ്റിനെയുമാണ് കാണിക്കുന്നത്. ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ വീണ്ടും ജനത്തിൽ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിക്കോദെമോസ് പറഞ്ഞ വിഷയങ്ങൾ നമുക്ക് യഥാർത്ഥമായി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ സാക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് നിവർത്തിച്ചിരിക്കുന്നത്, വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഒന്ന് യോഹന്നാൻ എഴുതിയ 5-ാം അധ്യായത്തിലാകുന്നു. അത് ഇംഗ്ലീഷ് ബൈബിളുമായിട്ട് താരതമ്യം ചെയ്ത് പഠിച്ചാൽ മനസ്സിലാകും. ഇവിടെ സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്ന മൂവരുണ്ട്, ഭൂമിയിൽ സാക്ഷ്യം പറയുന്ന മൂവരുണ്ടെന്നുള്ളത് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയപ്പോൾ മലയാളം ബൈബിളിൽ അത് പറഞ്ഞ് വിട്ടുകളഞ്ഞെങ്കിലും കാര്യം ഒന്ന് തന്നെയാണ്. ഇവിടെ അതിന് മുമ്പുള്ള ഭാഗങ്ങളൊക്കെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് അത് രേഖപ്പെടുത്തിയിരുന്നേ ഉള്ളൂ. അല്ലാതെ ബൈബിളിന്റെ അകത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടോ തെറ്റുകളോ കൊണ്ടല്ല. വിവർത്തനം ചെയ്തപ്പോൾ മൂവറുണ്ട് എന്നുള്ളത് സ്വർഗത്തിലും ഭൂമിയിലും, സ്വർഗത്തിലുള്ളത് ഭൂമിയിലും ഉണ്ട് അതാണ് അത് അവിടെ രേഖപ്പെടുത്താതിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇത് ചിന്തിക്കുമ്പോൾ ഇവിടെ സ്പിരിറ്റ് ആത്മാവെന്ന് പറയുമ്പോൾ പിതാവാം ദൈവത്തെയും, ജലം എന്ന് പറയുമ്പോൾ പുത്രനാൻ ദൈവത്തെയും, രക്തം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെയുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി ഇവിടുന്ന് ഈ പറഞ്ഞിരിക്കുന്ന 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 5-ാം വാക്യത്തില് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തെ കടപ്പാനാക്കി കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം വെള്ളത്താലും എന്ന് പറഞ്ഞാൽ വചനത്താലും പിതാവിനാലും ജനിച്ചെങ്കിൽ മാത്രമേ നിത്യജീവനാകുന്ന ദൈവരാജ്യം എന്നേക്കുമുള്ളതാണ്. അതിൽ പ്രവേശിക്കണമെങ്കിൽ, അതിൽ കടക്കണമെങ്കിൽ, അതിൻ്റെ അകത്ത് അംഗമാകണമെങ്കിൽ പിതാവാൻ ദൈവത്താൽ വചനമാകുന്ന വചനം കേട്ട് വിശ്വസിച്ച് പിതാവാൻ ദൈവത്തിന്റെ പ്രസാദപ്രകാരം വീണ്ടും ജനനം ഉണ്ടായി കഴിയുമ്പോൾ അതിൽ വ്യാപരിക്കുന്ന ജീവനാണ് നിത്യജീവൻ. അതാണ് ഇവിടെ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറഞ്ഞത് ക്രിസ്തുവിനാലും പുത്രനാണ് ക്രിസ്തുവിനാലും പിതാവാൻ ദൈവത്താലും ജനിക്കപ്പെടുന്നവരുടെ ഉള്ളിൽ തിരുവഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ ജലനദികൾ ഒഴുകും, ജീവജലനദികൾ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധമാവ് നിത്യജീവനെ ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ അത് മനസ്സിലായി എന്ന് വിശ്വസിക്കണം. അപ്പൊ ഇതാണ് യഥാർത്ഥമായ ദൈവൻ. യേശുക്രിസ്തു അവൻ വന്നത് രക്തത്താലും ജലത്താലും വന്നു. ജലം അത് വചനമാ ദൈവം ജഡമായി തീർന്നു. അവൻ പ്രവേശത്തിൽ നിറഞ്ഞമായി നമ്മുടെ ഇടയിൽ പാർക്കുന്നതിനർത്ഥം അവനിലുള്ള ഉളവായ ജീവൻ അത് പരിശുദ്ധമാവായിരുന്നു. അവൻ വ്യാപരിച്ചെന്ന ആത്മാവ് പിതാവാൻ ദൈവത്തിലായിരുന്നു. അതാണ് ദൈവിക തൃത്വം ക്രിസ്തുവിലുണ്ടെന്ന് പറയുന്നത്. നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ പിതാവാൻ ദൈവത്തിന്റെ ദൈവത്താലും വചനത്താലും വീണ്ടും ജനിച്ച് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വീണ്ടും ജനനം പ്രാപിച്ച് അതിപ്പോ നമ്മൾ പ്രാപിച്ചിരിക്കുന്നു. നാം കർത്താവിനെ പോലെ സദസ്യരാകുന്ന അനുഭവത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരം വചനത്തോടും നമ്മുടെ രക്തം ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിനോടും നമ്മൾ വ്യാപരിക്കുന്ന ആത്മാവ് പിതാവാം ദൈവത്തിന്റെ ആത്മാവിന് സദൃശ്യപ്പെട്ട് നാം അവരോട് ഒന്നായി തീരും എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. ഇത് സ്വർഗത്തിന്റെ സാക്ഷ്യമാണ്. ഈ 3 ദൈവമുണ്ടോ എന്നുള്ള സംശയങ്ങളൊന്നും വേണ്ട. ദൈവം ഏകനാണ്. ഏകനാകുന്ന ദൈവത്തിന്റെ ദേഹരൂപം, ഏകനാം ദൈവത്തിന്റെ ജീവരൂപവും, ഏകനാം ദൈവത്തിന്റെ ആത്മരൂപം ഒന്ന് തന്നെയാണ്. അതാണ് ക്രിസ്തുവിൽ വെളിപ്പെട്ടത്. അവന്റെ ദേഹമുണ്ടായിരുന്നതുകൊണ്ട് നമ്മളെ അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത്. ദേഹി ആത്മാവെന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് ദേഹമുണ്ട്, മണ്ണുകൊണ്ടുള്ളതാണ്. നമുക്കകത്ത് ജീവനുണ്ട്. അത് ഭൂമിയിൽ ജീവിക്കാനുള്ള രക്തമാണ് തന്നിരിക്കുന്നത്. നമ്മളിൽ ആത്മാവിനെ ദൈവം പാർന്നിരിക്കുന്ന ഭാഗമുണ്ട്. അത് പാപം ചെയ്യുമ്പോൾ അടഞ്ഞു പോവുകയും വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ പ്രകാശിക്കുകയും ചെയ്യുന്നു. ആത്മാവ് പ്രകാശിക്കുന്ന ആത്മാവ് വെളിച്ചമായി നമ്മൾ വ്യാപരിച്ചിട്ട് നമ്മൾ മരിച്ച് വീണ്ടും ജന്മം പ്രാപിച്ചപ്പോൾ മക്കൾ പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന ശരീരം സ്വർഗീയമായിരിക്കും, ദൈവത്തിനോട് സദൃശ്യപ്പെടുന്നവരുള്ളവരായിരിക്കും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നു. അതിന്റെ 13-12 വാക്യം, ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? അതാണ് ഭൂമിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ, ഞാൻ ജലമെന്നും രക്തമെന്നൊക്കെ പറഞ്ഞത് ഭൂമിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചാ പറഞ്ഞത്. നമുക്കറിയാം ജലത്തെ കുറിച്ചും വേർഡിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റിനെ കുറിച്ചോ ഒക്കെ പറഞ്ഞാൽ അപ്പൊ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? വീട് ജനിക്കുന്നത് ജലത്താലും ആത്മാവിനാലും വീണ്ടും ചെന്ന് പ്രാപിക്കണമെന്ന് കർത്താവ് പറഞ്ഞത് സദൃശ്യപ്പെടുത്തി പറയുകയാണ്. നമുക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ പറഞ്ഞു തരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ ഇങ്ങനെ വിശ്വസിക്കും. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവർ യഹൂദന്മാർക്ക് മനവായിരിക്കുന്നെങ്കിൽ വിശ്വസിക്കുന്ന നമുക്കത് വെളിപ്പെടുത്തുന്നുണ്ട്. കർത്താവിനെ നാം അറിയും തോറും സ്നേഹിക്കും തോറും ദൈവം നമുക്കത് വെളിപ്പെടുത്താൻ തന്നെ തന്മ നമ്മൾക്ക് വെളിപ്പെടുത്തും. അപ്പൊ ഇന്ന് നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ സത്യമാണ്. സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന, വീണ്ടും ജനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മാത്രമല്ല, വരാനുള്ള ലോകത്തെക്കുറിച്ചും പുതിയ വിഷയത്തെക്കുറിച്ചും ഭാവികാല സംഭവങ്ങളെ കുറിച്ചും കർത്താവ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധം നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. അതിനായി സ്തോത്രം ചെയ്യാം. നമുക്ക് കൃത്യമായിരിക്കുന്ന ഒരു വ്യക്തമായ പിക്ചർ ഇല്ലെങ്കിലും നമുക്കതിനെക്കുറിച്ചുള്ള ഒരു ഗ്രാഹ്യമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ഇന്നതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ ലോകം ശാശ്വതമല്ല, തീർന്നു പോകും, കത്തിയരിയപ്പെടും, പൊതുവാന ഭൂമി ഉണ്ടാകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ദൈവമക്കൾ കൊണ്ട് മറന്നു കളയരുത്. ദൈവം തന്നിരിക്കുന്ന പ്രത്യാശയും ദൈവം തന്നിരിക്കുന്ന കൃപയും നഷ്ടപ്പെടുത്തി കളയാതെ അതിനെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ നാം ഇപ്പോൾ പ്രതിജ്ഞാബദ്ധരായിരിക്കണം. മറ്റെന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഈ പറയുന്ന സ്വർഗീയ ദർശനത്തിൽ മങ്ങലേൽക്കാതിരിക്കാൻ വേണ്ടി നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ഭൂമിയിലെ വിഷയങ്ങളുടെ മുമ്പിൽ അതിന്റെ രോഗങ്ങൾ, പ്രയാസങ്ങൾ, കടഭാരങ്ങൾ മറ്റതൊക്കെ വരുമ്പോഴും ഇതൊന്നും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ ഞെരുക്കി ഇല്ലാതാക്കരുത്, നിഷ്ഫലമാക്കി കളയരുത്. മുള്ളുപോലുള്ള വിഷയങ്ങൾ വരുമ്പോഴും അതിനെ അതിജീവിപ്പാൻ ആവശ്യമായ ദൈവം നമ്മളെ വ്യാപരിച്ച് നമ്മൾ തന്നിരിക്കുന്ന ആ വചനത്തിന്റെ 30, 60, 100 മേനി വിളയുവാൻ, നല്ല മണ്ണാക്കി തീർക്കുവാൻ ഇന്ന് രാത്രി ദൈവാത്മാ നമ്മളോട് ആഹ്വാനം ചെയ്യുക. പലവിധ ചിന്തകൾ, ഭാരങ്ങൾ, ഈ ലോകത്തിന്റെ ചിന്തകളെല്ലാം കയറിയിട്ട് പലപ്പോഴും ക്രിസ്ത്യ ജീവിതത്തെ ഞെരുക്കി അതിന്റെ ഫലം തൽക്കാതെ തരാതിരിക്കാൻ വേണ്ടി ശത്രു മുള്ളുപോലുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇട്ടു തരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ ഇടയാകാതെ അത് പുറമേയുള്ളതാണ്. അതൊന്നും നമ്മുടെ അകത്തെ മനുഷ്യനെ ബാധിക്കാതെ ദൈവവചനത്തിൽ സന്തോഷിക്കണം. ഏത് സാഹചര്യത്തിലും സന്തോഷമുള്ളവരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ നമുക്ക് ദൈവത്തോട് യാചിക്കാൻ. കർത്താവെ, നല്ല മണ്ണ തീരുവാൻ, ഞങ്ങളിൽ മുളയ്ക്കാതിരിക്കുവാൻ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തെ നല്ല മണ്ണാക്കി തീർത്ത് ഞങ്ങളുടെ വചനം ഞങ്ങളിൽ ഐശ്വര്യമായി വളർന്ന് അതിന്റെ പൂർണ്ണത ഫലം നൽകുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് ആരാധന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. കർത്താവ് നമ്മളെ സഹായിക്കുവാനായിട്ട്. ഒരു കർത്താവ് പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറ്റതിന് ഒരു ഭാഗങ്ങളുണ്ട്. വന്നവനായി സ്വർഗത്തിരിക്കുന്നവനായി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും ആയ ദൈവം എന്നുള്ള രീതിയിൽ നമുക്ക് വെളിപ്പാട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലുള്ള നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി. അതിന്റെ ആദ്യമായി വായിക്കേണ്ടത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല.
എന്നിട്ട് അതിന്റെ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് സ്വർഗത്തിലിറങ്ങുന്നവനായി സ്വർഗത്തിരിക്കുന്നവനായി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ യേശു ക്രിസ്തു ഭൂമി വരുന്നതിന് മുമ്പായി അവൻ പിതാവാം ദൈവത്തിന്റെ കൂടെ ഇരുന്നവനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അവിടുന്ന് ഇറങ്ങി വന്നു, അവൻ ഒന്നാമത്തെ വരം ഇറങ്ങി വന്നു. ഇപ്പോൾ അവൻ വീണ്ടും അവിടെ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത്. ഇതേ യോഹന്നാൻ തന്നെ വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തുമ്പോൾ ദൈവത്തെക്കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇരിക്കുന്നവനും സർവശക്തിയുള്ള ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവൻ. അതിന്റെ വെളിപ്പാട് പുസ്തകം 1-ാം 4-ാം വാക്യം യോഹന്നാനാസിയിലെ 7 സഭകൾക്ക് എഴുതുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ കിടന്നുന്ന അവന്റെ സ്വാർത്ഥമുണ്ട്. അപ്പോൾ ഇരിക്കുന്നവനും ഇരുന്നവനും, അപ്പോൾ ഇരിക്കുന്നവനും ഇരുന്നവനും അത് കഴിഞ്ഞ കാല സംഭവങ്ങളാണ്. കർത്താവ് സ്വർഗ്ഗം വിട്ടിവിടെ വന്നു, വീണ്ടും യേശു സ്വർഗ്ഗത്തിൽ ഇരിക്കുന്നു. അപ്പോ ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനുള്ളവൻ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ രണ്ടാമത്തെ വരെയുള്ള ബന്ധത്തിലാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ യോഹന്നാൻ എഴുതിയപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ ആ സമയം യേശു ക്രിസ്തു ഒന്നാമത്തെ വരെയുള്ള ബന്ധത്തിലാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ബ്രാക്കറ്റ് പറഞ്ഞിട്ടുണ്ട് അവൻ ഇരിക്കുന്നവനായിരുന്നു. മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗ്ഗത്തിൽ കയറിയിട്ടില്ല. ഈ ഒന്നും അറിയാത്ത ആളോട് മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. എന്നാൽ പഴയ നിയമത്തെ അരച്ച് കലക്കി കുടിച്ച് പഠിച്ച് അതിന്റെ ഉപദേഷ്ടാവായിരിക്കുന്ന നിക്കോദെമസിനോടും നദനയേലിനോടൊക്കെ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. കാരണം ദാനിയേൽ പ്രവചനത്തിലൊക്കെ ഈ മനുഷ്യപുത്രനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 13-14 വാക്യങ്ങളൊക്കെ ഈ ഇവർക്ക് നല്ല പരിചിതമായ ഭാഗങ്ങളാണ്. ഇതൊക്കെ അവർക്ക് നന്നായി പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ആ വ്യക്തത മനസ്സിലാക്കില്ലെങ്കിലും നമ്മൾ വിചാരിക്കരുത് ബൈബിൾ വായിക്കുന്നത് നിയമം നമ്മൾ മാത്രമാണ് വിചാരിക്കരുത്. കഥ വരുന്നതിന് മുമ്പ് ഇസ്രായേലിന്റെ പ്രമാണം എഴുതപ്പെട്ട് കിട്ടിയിരുന്ന പ്രമാണം നമ്മൾ വരുന്നതിന് മുമ്പ് ഈ പഴയ നിയമം ഉണ്ടായിരുന്നു അവരുടെ കയ്യില്. അപ്പൊ ഇത് നമ്മൾ വായിക്കുന്നതിനേക്കാൾ പഠിക്കുന്നത് പോലെ അന്നും അവർ പഠിച്ചിരുന്നു. നമ്മളിപ്പം പഴയ നിയമ വിശ്വാസത്തിൽ പഠിക്കുന്നപ്പോൾ നമ്മൾ ഒരു ദിവസം വായിച്ച് മടക്കി വെക്കുകയല്ല. എല്ലാ ദിവസവും ബൈബിൾ ക്ലാസ്സുകളും ഇതിന്റെ വാക്യങ്ങളെ എടുത്ത് പഠിക്കുന്നു, ഉദ്ധരിക്കുന്നു, ക്ലാസ്സുകൾ എടുക്കുന്നു, പഠിപ്പിക്കുന്നു, സൺഡേ പ്രസംഗിക്കുന്നു ഒക്കെ അത് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ച് നമ്മളെ മനസ്സിലാക്കി തരികയാണ്. എന്ന് പറഞ്ഞതുപോലെ പഴയ നിയമത്തിലും ഈ പറയുന്ന പഠനമൊക്കെ ഉണ്ടായിരുന്നു, പഠിപ്പിക്കുമായിരുന്നു. ഒരു പള്ളികളിലൊക്കെ ചേർന്ന ഉപദേശം പഠിപ്പീര് ഇതിനുള്ള ക്ലാസ്സുകൾ എടുക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മനുഷ്യത്വത്തിനുള്ളത് എന്താണെന്നുള്ളത് ഇവർക്കറിയാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. രാത്രിയിൽ ദർശനങ്ങൾ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോട് വരുന്നത് കണ്ടു. അവൻ വയോജന അടുക്കൽ ചെന്നു. ഇത് രണ്ടാമത്തെ വരനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനുഷ്യപുത്രൻ എന്നുള്ളത് ആരാകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പഴയ നിയമത്തിൽ കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഈ പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഇസ്രായേലിനോട് സംസാരിച്ചപ്പോൾ മനുഷ്യപുത്രൻ എന്ന ബന്ധത്തിൽ പറഞ്ഞത്. എന്നാൽ സുവിശേഷത്തിൽ മനുഷ്യപുത്രനോട് ബന്ധത്തിൽ ആ കർത്താവ് പറഞ്ഞെങ്കിലും യേശു മരിച്ച് അടക്കപ്പെട്ട ഉയർത്തുന്നതിന് ശേഷമായി ഈ അപ്പോസ്തല പ്രവൃത്തികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്ന മനുഷ്യപുത്രൻ എന്നല്ല ദൈവപുത്രൻ എന്നാണ് പറയുന്നത്. ഇതിന് കാരണം ദൈവപുത്രൻ വന്നാൽ ദൈവപുത്രനാണെന്ന് അറിഞ്ഞാൽ അവനെ ക്രൂശിക്കത്തില്ല. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ മനുഷ്യപുത്രൻ എന്ന കർത്താവ് എപ്പോഴും പറയും. ദൈവപുത്രൻ എന്ന് പറയുമ്പോഴും ദൈവം അതിന് അവിടുന്ന് മനുഷ്യപുത്രൻ എന്നാണ് അവിടെ അങ്ങനെ സംസാരിക്കുന്നത്. ഇവിടെ നദനിയേൽ വന്ന് പറയുക 1-ാമത്തെ അതിന്റെ 49-ാം വാക്യത്തിൽ പറയുക, നദനിയേൽ അവരോട് റബി നീ ദൈവപുത്രൻ നിസായന്റെ രാജാവ് എന്ന് പറഞ്ഞു. കർത്താവ് അങ്ങനെയല്ല, കർത്താവ് അവിടെ തുറന്നു പറയുമ്പോൾ പറയുന്നത് ദൈവപുത്രനിൽ വഴിവെന്നാണ് പറയുന്നത്. അതിന്റെ 51-ാം വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. ദൈവപുത്രൻ അടുക്കൽ എന്ന് പറഞ്ഞു. ദൈവപുത്രനാണ് എന്ന് വെളിപ്പെടുത്തിയാൽ യേശുവൻ ദൗത്യം പൂർത്തീകരിക്കപ്പെടാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അവൻ ദൈവപുത്രൻ എന്ന് പരസ്യമായി പ്രസ്താവിക്കാതിരുന്നത്. മനുഷ്യപുത്രൻ മനുഷ്യകുലത്തിൽ പറന്ന് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി വന്ന കർത്താവ് ഒന്നാമത്തെ വരവെങ്കിൽ കർത്താവ് ലോകത്തിൽ അവനെ വെളിപ്പെടുത്തിയത് മനുഷ്യപുത്രനായിരുന്നു. എന്നാൽ അവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു എന്നുള്ളത് ഈ വചനം ചിന്തിക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവർക്ക്, അതിനുവേണ്ടി കാത്തിരുന്നവർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് അവർ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന ഉപദേശവന്ന് ഈ നിക്കോദെമസ് പറയുകയും നദനിയേൽ ദൈവപുത്രൻ എന്ന് പറയാൻ കാരണമായിത്തീർന്ന ഇവർ വചനപരമായി പഴയ നിയമത്തിന്റെ പ്രവചനങ്ങളെ വായിച്ചു പഠിച്ചവരായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞ് ഇവർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കുന്നത്.
മനുഷ്യപുത്രൻ. ദാനിയേൽ പ്രവചനത്തിൽ മനുഷ്യപുത്രനോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയാവുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അപ്പൊ നിക്കോദെമോസിനോട് പറഞ്ഞപ്പോൾ അവനത് ഗ്രഹിച്ചെടുക്കുവാനായിട്ട് കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു, ഈ ഇവനെ വെളിപ്പെടുത്തി കൊടുക്കുക യേശു ആരാണോ. എന്നിട്ട് ഈ പഴയ നിയമത്തെ അറിയാവുന്നവരോടാണ് കർത്താവ് അങ്ങനെ സംസാരിക്കുന്നത്. എന്റെ 14-ാം വാക്യം, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത് പോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. പിന്നീട് കർത്താവ് പറയുകയാണ്, നീ വീണ്ടും ജനനം അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചില്ല. അതെങ്ങനെ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും എന്നുള്ള ചോദ്യം നമുക്ക് ബൈബിളിൽ പല സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കണം. മറിയയുടെ അടുത്ത് ദൂരം വന്ന് സംസാരിക്കുമ്പോൾ ഗബ്രിയേൽ ദൂതനോട് മറിയ ചോദിക്കുക, അതെങ്ങനെ സംഭവിക്കും. അപ്പോൾ ദൈവികമായിരിക്കുന്ന ജനനം, ദൈവിക പ്രവൃത്തി മനുഷ്യന്റെ ഉദ്ദേശങ്ങൾക്ക് അപ്പുറമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് എങ്ങനെ സംഭവിക്കും എന്നുള്ള ചോദ്യം പോയിരുന്നത്. എങ്ങനെ സംഭവിക്കും, അതെങ്ങനെ സംഭവിക്കും. അപ്പൊ നമുക്കും മാനുഷിക കാര്യങ്ങളൊക്കെയാണ് അത് നടക്കുമെന്നറിയാം. പക്ഷെ അത് ദൈവികമായ പ്രവൃത്തിയായി വരുമ്പോൾ അത് എങ്ങനെ സംഭവിക്കുന്ന ചോദ്യമുണ്ടാകും. എങ്ങനെ സംഭവിക്കും. അപ്പൊ ഇവിടെയും ഈ ദൈവിക വീണ്ടും ജനനത്തെ കുറിച്ച്, മനുഷ്യന്റെ വീണ്ടും ജനനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ചോദിക്കുക അതെങ്ങനെ സംഭവിക്കുന്നത്. ഇതേ സംസാരം എങ്ങനെ സംഭവിക്കുന്നുള്ള ചോദ്യം മറിയ ചോദിച്ചിട്ടുണ്ട്. മറിയ ചോദിച്ചത് അതെങ്ങനെ സംഭവിക്കും, ഞാനത് എങ്ങനെ അറിയും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അബ്രഹാമും സാറായിയോടും പറഞ്ഞപ്പോൾ അവരും ചിന്തിച്ചത് എങ്ങനെ സംഭവിക്കും. രാത്രി ദൈവം നമ്മളോട് പറയുമ്പോഴും നമ്മളെയും ഉള്ളിൽ ചോദ്യം എങ്ങനെ സംഭവിക്കും. പക്ഷേ എല്ലാത്തിനും ബുദ്ധിമുട്ടില്ല. കർത്താവ് പറയാൻ നിന്നെ ഒരുമിക്കാന്ന് പറയുമ്പോൾ, ഞാൻ നിന്നെ സൗഖ്യമാക്കാന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അതെങ്ങനെ സംഭവിക്കും, എങ്ങനെയാണ് സംഭവിക്കുന്നത്. സൈന്യത്തെ വെളിയിൽ കൊണ്ടുപോകാം എന്ന് കർത്താവ് പറയുമ്പോൾ അതെങ്ങനെ സംഭവിക്കുന്ന ചിന്ത മനുഷ്യർക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന് സർവ്വം സാധ്യമാണ്. അപ്പോൾ എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഇത് സംഭവിക്കണമെങ്കിൽ അതൊരു പ്രവൃത്തിയുണ്ട് എന്റെ പിന്നിൽ. വീണ്ടും ജനനം അല്ലെങ്കിൽ നിത്യജീവൻ എന്നുള്ളത് വെറുതെ ലഭിക്കുന്നതല്ല. അതിനു വേണ്ടിയാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. നമ്മളോട് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അതിന്റെ അർത്ഥം യേശുക്രിസ്തു അല്ലാതെ ആരും സ്വർഗാസുഖത്തിൽ പ്രവേശിച്ചിട്ടില്ല. ഈ വചനം മനസ്സിലാക്കണം. ഒരിക്കലും ഇതുവരെ ആരും ഇന്ന് വരെ യേശുക്രിസ്തു അല്ലാതെ മനുഷ്യകുലത്തിൽപ്പെട്ട ആരും തന്നെ സ്വർഗാസുഖത്തിൽ എത്തിയിട്ടില്ല. യേശുവിന്റെ അമ്മ എത്തിയിട്ടില്ല. യേശുവിന്റെ അമ്മ മറിയയും വിശുദ്ധന്മാരായിരിക്കുന്ന പത്രോസിനെ പോലെ, പൗലോസിനെ പോലെ ഒക്കെ അവരൊക്കെ മണ്ണിൽ മറയപ്പെട്ടു, ഉയർത്തപ്പെട്ടിട്ടില്ല. അവരുടെ ശരീരം ആരും ഉയർത്തപ്പെട്ടില്ല. ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്തവരെ ഉയർപ്പിച്ചെന്ന് പറഞ്ഞ് കള്ളസാക്ഷ്യം പറയരുത്, പറയാൻ പാടില്ല. പിന്നീട് പൗലോസ് പറയുകയാണ്, യേശുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് പറയുക, അങ്ങനെ ഉയർത്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. അതിൽ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഉയർപ്പിച്ചു എന്ന് പ്രസംഗിച്ചാൽ അത് നടന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ അസത്യവാദികളാണ്, ഞങ്ങൾ സത്യം പറയുന്നില്ല. ഉയർപ്പിച്ചിട്ടില്ലാത്ത ഉയർപ്പിച്ചെന്ന് പറഞ്ഞാൽ അത് മോക്ഷത്വമാണ്. എന്നാൽ സത്യസാക്ഷ്യമാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. യേശു ക്രിസ്തു അല്ലാതെ ആരും ഉയർത്തെഴുന്നേൽക്കുകയോ സ്വർഗാരോഹണം ചെയ്തിട്ടില്ല എന്നുള്ളത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ആധികാരികമായ പഠനവും ചിന്തയുമാണ്. അവനല്ലാതെ ആരും തന്നെ സ്വർഗാസുഖത്തിൽ പിതാവിനോട് കൂടെ സിംഹാസനിക്കുന്നില്ല. നമ്മള് സിംഹാസനത്തിന്റെ ദർശനത്തെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും പഠിക്കുമ്പോൾ അതാണ് മനസ്സിലാകുന്നത്. അല്ലാതെ മനുഷ്യകുലത്തിൽപ്പെട്ട ആർക്കെങ്കിലും പ്രത്യേക സിംഹാസനവും സ്വഗതിയും കൊടുത്തിട്ടില്ല. ഇല്ലാത്തതിനൊന്നും ഉണ്ടാക്കി പഠിപ്പിച്ച് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കും. അത് മോക്ഷത്വമാണ്, അത് പൈശാചികമാണ്, ദൈവികമല്ല. അപ്പോൾ ഏകമധ്യസ്ഥനായ ക്രിസ്തു മാത്രമേ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാസുഖത്തിൽ സിംഹാസനിക്കുന്നുള്ളൂ. അതല്ലാതെ ഉള്ള ചിന്തകളും പഠിപ്പിക്കലും ഒന്നും ദൈവികമല്ല. അത് ദൈവത്തിന്, അതുകൊണ്ടാണ് ഇവിടെ വ്യക്തമായിട്ടിരിക്കുന്നത്, അവനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല, ഇന്ന് വരെ കയറിയിട്ടില്ല. അത് സംഭവിക്കുന്നത് കർത്താവിന്റെ മധ്യാകാശ വരവെങ്കിലാണ് അവന്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ച ഏവരും ആ സിംഹാസനത്തിലേക്ക്
കിരീടധാരികളായിട്ട് യേശുവിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. പൗലോസ് പറഞ്ഞു, എനിക്ക് മാത്രമല്ല അതിന്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ച് ഏവർക്കും കൊടുക്കണം. അപ്പോൾ കർത്താവിന്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ചവരായിരിക്കുന്നവരായിരുന്നു യേശുവിന്റെ അമ്മ മറിയ ഉൾപ്പെടെയുള്ള ശിഷ്യഗണങ്ങൾ എല്ലാവരും. അത് കഴിഞ്ഞ 2000 വർഷമായി ക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ പ്രിയം വെച്ചവരാണ് നമ്മളും. നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നത് സ്വർഗ്ഗത്തിലെ സിംഹാസനമാണ്. അത് പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് മാനുഷികമായിട്ടുള്ളൊരു യോഗ്യതയുമില്ല. കൃപയാണ്. അതുകൊണ്ടാണ് കിരീടങ്ങളെ താടിയിട്ടുകൊണ്ട് ദൈവത്തിനെ നമസ്കരിക്കുന്നത്. ദൈവമേ, നിന്റെ ഇഷ്ടത്താണ്, നിന്റെ കൃപയാലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അവന്റെ കൃപയില്ലെങ്കിൽ ഒന്നും നമുക്ക് സാധിക്കത്തില്ല, അത് ലഭിക്കത്തില്ല. ഒരു കഥ പറഞ്ഞു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാണ്. ഈ നിത്യജീവനുള്ള ബന്ധത്തിൽ, വീണ്ടും ജനത്തോടുള്ള ബന്ധത്തിൽ ഉള്ള കാര്യങ്ങളെ കർത്താവ് വളരെ വ്യക്തമായ രീതിയിൽ അവിടെ സംസാരിക്കുക. അപ്പോൾ അതിന്റെ ഉൾക്കാമ്പുകളെ തിരിച്ചറിയാനുള്ള കഴിവ് നിക്കോദോമസിന്റെ ദൈവം തുറന്നു കൊടുക്കാൻ വേണ്ടി ദൈവം സംസാരിച്ചപ്പോൾ ആ വചനങ്ങൾ അവിടെ സംസാരിച്ചത് കർത്താവ് നിനക്കത് അറിയാം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തത് നിനക്കറിയാം, അതുപോലെ എന്നെയും ഉയർത്തണം. മനുഷ്യപുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ഉയർത്തേണ്ടതാകുന്നു എന്ന് പറയും. നമുക്ക് ഈ സന്ദർഭം കാണണമെങ്കിൽ സംഖ്യാപുസ്തകം 21-ാം അധ്യായം അതിന്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ഈ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തുന്നതിനെ കുറിച്ചുള്ള സന്ദർഭം ഉണ്ടായിരിക്കുന്നത്. 21-ാം അധ്യായം അതിന്റെ 4 മുതൽ 9 വരെയുള്ള ഭാഗങ്ങൾ. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഖോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. മനസ്സ് ക്ഷീണിക്കുന്നത് വഴി എളുപ്പമാണെങ്കിൽ നമുക്കൊക്കെ സംഭവം. എനിക്കും അതെ, നിങ്ങൾക്കും അതെ. നമ്മൾ പ്രാർത്ഥിച്ച് പെട്ടെന്ന് മറുപടി ലഭിക്കാൻ നമ്മൾ ക്ഷീണിക്കുന്ന സംഭവത്തെ പെട്ടെന്ന് ഇവിടെ കിട്ടുന്നത്. ഇതിങ്ങനെ ദീർഘമായി ദിവസങ്ങൾ പോലെ വഴി പ്രാർത്ഥിച്ച് അങ്ങോട്ട് പോയി കൊടുത്ത് നമ്മൾ മനസ്സ് ക്ഷീണിക്കും. എന്നാൽ അബ്രഹാമിനെ കുറിച്ചും സാരയെ കുറിച്ചും പറഞ്ഞത്, അവര് വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്തു. എന്നോട് വാഗ്ദത്തം ചെയ്യുന്നവൻ അത് ചെയ്യുവാനും വിശ്വസ്തനാണ്. അത് വാഗ്ദത്തം നേരത്തെ കൊടുത്തതാണ്. പ്രായത്തിന്റെ അങ്ങേയറ്റം 99 വയസ്സ് എത്തുന്ന 100ാമത്തെ വയസ്സാകുന്ന സമയത്താണ് ദൈവ വാഗ്ദത്തം നിറവേറ്റിയത്. അവർ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയി. ഇവിടെ അബ്രഹാമിന്റെ സന്തതിയായിരിക്കുന്ന ഇസ്രായേൽ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന് ചോദിച്ചു. ഇവിടെ മരിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തിനെ കൊണ്ടുപോകും? ദൈവം പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാം. ഈ വഴി നടത്താൻ ശക്തനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നീ ഭയപ്പെടേണ്ട ആവശ്യമുണ്ട്. ചെങ്കടൽ വന്നാലും യോർദാൻ വന്നാലും മറികടത്താൻ ദൈവത്തിന് കഴിയും. നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി വന്നാലും അതിനെ മറികടത്തുവാൻ, നീക്കുപൊക്ക് നൽകുവാൻ, ഭക്ഷിച്ചു കളയുവാൻ, അതിനപ്പുറമായി പാതി ഒരുക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. നാം ക്ഷീണിച്ചു പോകാം. എന്നാൽ ജീവിതത്തിന് മുമ്പിൽ പ്രതിസന്ധികൾ കാണുമ്പോൾ, മുമ്പോട്ട് പോകാൻ വഴിയില്ലാതിരിക്കുമ്പോൾ, തടസ്സങ്ങൾ കാണുമ്പോൾ ക്ഷീണിച്ചു പോകരുത്, പിറുപിറുക്കരുത്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമില്ലല്ലോ, ഉപവസിച്ചിട്ട് പ്രയോജനമില്ലല്ലോ, മറ്റുള്ളവർ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് പ്രയോജനമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിറുപിറുക്കണമെന്നാണ് സാധാരണ ആഗ്രഹിക്കുന്നത്. ആഗ്രഹിക്കുന്ന നിരാശപ്പെട്ടു പോകണം. അത് രാത്രി പറയണം, അതെ, എന്റെ മനസ്സ് ക്ഷീണിച്ചു പോകുകയല്ല, ഞാൻ ബലപ്പെടുന്നു, ഉറപ്പാകുന്നു. എന്റെ കുറവ് കൊണ്ടാണ് എന്റെ അനുഗ്രഹം തടയുന്നത്. വഴി ദീർഘമാകാൻ കാരണം ഇസ്രായേലേ, നീ തെറ്റ് കാണിച്ചതുകൊണ്ട്. നേരത്തെ കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ ഇവർക്ക് ഇവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ മുഖാന്തരമായി, ദൈവത്തോടെ നടത്താൻ കഴിയാത്ത മുഖാന്തരങ്ങൾ ദുശാട്ടി കാണിച്ചു തീർന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വഴിയുടെ ദീർഘത ഉണ്ടാകാൻ കഴിയാത്തത്. അതുകൊണ്ട് വഴി ദീർഘിക്കുന്നത്
ദൈവത്തിന്റെ കുറവുകൊണ്ടല്ല. രാത്രിയിൽ ആരും നമ്മുടെ കുറവുകളെ കണ്ടെത്തുകയാണ്. കർത്താവേ, എന്റെ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ഞാനാകെ. എന്റെ തടസ്സത്തിന് കാരണം വഴിതെറ്റിക്കാൻ കാരണം ഞാനാണ്. അല്ലെങ്കിൽ അങ്ങേക്കൊരു പ്രവൃത്തി അത് മുഖാന്തരം കാണിക്കാണ്. അതുകൊണ്ട് മനസ്സ് ക്ഷീണിച്ചു പോകരുത്. ഇവര് മനസ്സ് ക്ഷീണിച്ചിട്ട് പിറുവിറുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ മനസ്സ് ക്ഷീണിച്ചു കഴിയുമ്പോഴത്തേക്കും ഇനി പിറുവിറുപ്പുണ്ടാകും. പിന്നെ പ്രാർത്ഥിക്കുന്നവരെ കാണുന്ന വ്യക്തിയായിരിക്കും. ഉപവാസം കേൾക്കുമ്പോൾ പ്രശ്നമായിരിക്കും. ആരാധന കേൾക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ എല്ലാം പിന്നെ ഒരു വിരക്തിയായിരിക്കും. വേണ്ട, എന്തിനാ നമ്മൾ ചിന്ത വരും. ഇവിടെ ഉള്ളിലേക്ക് ക്ഷീണിച്ചിട്ട് പറഞ്ഞ് മരിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. ജനം ദൈവത്തിന് മോശയ്ക്ക് വിരോധമായി സംസാരിച്ച് മരുഭൂമിയിൽ മരിക്കേണ്ടതിന് കൊണ്ടുവന്നത് എന്തിന്? അല്ലേ, എന്തിനാ കൊണ്ടുവന്നത്? വലിയ വാക്തത്വം ഇറങ്ങിയതാ. പ്രതിസന്ധി പ്രശ്നം ക്ഷീണിച്ചപ്പോ ചോദ്യം ചോദിക്കുക, എന്തിനാ ഞങ്ങളെ കൊണ്ട് അവിടെ ഇട്ടാ പോരാ? പഴയ പാരമ്പര്യത്തിൽ കിടന്നാ പോരായിരുന്നോ? എന്തിനാ ഇവിടെ വന്നിട്ട് ഈ കഷ്ടം സഹിക്കുന്നത്? ഇവിടെ വന്നാ മതിയില്ലേ? അതിലൊന്ന് ഒക്കെ ചിന്തിക്കും. അപ്പോൾ ഇവർ അതേ പറയും, എന്തിനാ? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നത് പോലെ. ഞാൻ പറഞ്ഞല്ലോ, മനസ്സ് ക്ഷീണിച്ച് കഴിയുമ്പോഴാണ് ഇതെല്ലാം വെറുപ്പാകുന്നത്. ദൈവീക കാര്യങ്ങളെല്ലാം വെറുപ്പാകും. പ്രാർത്ഥന വെറുപ്പാകും, ഉപവാസ പ്രാർത്ഥന വെറുപ്പാകും, വചനധ്യാനം വെറുപ്പാകും, മറ്റുള്ള പ്രാർത്ഥന വെറുപ്പാകും. പിന്നൊന്നും വേണ്ട, ഒറ്റപ്പെട്ടു പോകരുത് കേട്ടോ. മരുഭൂമി മരിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല, മരുഭൂമിയിൽ നിന്ന് മറുകര കടത്തുവാൻ, പാലും തേനും ഒഴുകുന്ന ദേശത്തെ കുറിച്ച് വെറുതെ പറഞ്ഞതല്ല, അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ദൈവം പദ്ധതിയിട്ടാൽ അത് സംഭവിക്കും. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദ്യമുണ്ടാകും. അത് സംഭവിക്കും. ഈ നിക്കോദെമോസ് ചോദിച്ചാൽ എങ്ങനെ സംഭവിക്കും? ദൈവം ഒരു ഉദാഹരണം പറയുക. എന്റെ പിതാക്കന്മാരുണ്ടല്ലോ, അവർക്ക് ഈ സംശയം ഉണ്ടായവരാ. ഞാൻ അവരെ നടത്തി പാലും തേനും ഒഴുകുന്ന കനാൻദേശത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അവര് അതിൽ അവിശ്വസിച്ച് മനസ്സ് ക്ഷീണിച്ച് ചോദ്യം ചോദിച്ചവരാ. മിസ്ർ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന എന്തിനാ? അവിടുന്ന് കൊണ്ടുവേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഞങ്ങൾക്ക് അവിടെ അപ്പം ഉണ്ടായിരുന്നു. കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അപ്പം ഉണ്ടാക്കി, കുറച്ച് കട്ട ഉണ്ടാക്കി കൊടുത്ത് കഷ്ടപ്പെട്ട് അടി കിട്ടിയാലും കുഴപ്പമില്ലായിരുന്നു. അപ്പവും വെള്ളവും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് നിസ്സാരമായിരിക്കുന്ന മന്നയാണ്. അപ്പോ മന്നയെ കുറിച്ച് ദൈവം കൊടുത്ത നന്മയെ നിസ്സാരമാക്കി പറഞ്ഞു കഴിഞ്ഞപ്പോ ദൈവരുടെ ഇടയിൽ അത്ഭുതങ്ങളെ അയച്ചു. ഈ സാരമില്ലാത്ത ആഹാരം നിങ്ങൾക്ക് വെറുപ്പാകുന്നെന്ന് പറഞ്ഞു. രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവവചനത്തിന്റെ പ്രാധാന്യത വിട്ടുകളയരുത്. ദൈവവചനത്തെ ചെറുതായി കാണരുതാരും. ദൈവം അന്ന് ഇസ്രായേൽ ജനത്തിന് വേണ്ടി ശക്തന്മാരുടെ അപ്പമാകുന്ന മന്ന കൊടുത്തു കഴിഞ്ഞപ്പോ അതിനെ അവർ തിരസ്കരിച്ചിട്ട് ഇത് സാരമില്ലാത്തതാ, നിസ്സാരമാണ്. സാരമില്ലാത്ത ഞാൻ ഒരു പ്രയോജനമുണ്ടെന്ന് പറഞ്ഞാൽ സാരമില്ലാത്ത ഞാൻ അത്രമാത്രം പ്രാധാന്യതയുള്ളതല്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ മന്ന സാരമുള്ളതല്ല, അവർക്കെന്ന് ലഭിച്ചതുകൊണ്ട്, ഒരു കഷ്ടപ്പാടുമില്ലാതെ ലഭിച്ചതുകൊണ്ട് നിസ്സാരമായി കണക്കാക്കുവാൻ പറ്റും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കർത്താവ് അവർക്ക് വേണ്ടി മഞ്ഞ കൊടുക്കാൻ വേണ്ടി എത്രമാത്രമാണ് ദൈവം പ്രവർത്തിച്ചത്. രാത്രി സാഹചര്യം ഉറങ്ങുമ്പോൾ ആദ്യമേ മഞ്ഞിന്റെ ഒരു പാളി ദൈവം ഭൂമിയിലേക്ക് അയക്കുമായിരുന്നു. ആ മഞ്ഞിന്റെ ആ പാളി മുഴുവനും സാഹചര്യത്തിന് വേണ്ടി മഞ്ഞ പൊഴിക്കേണ്ട സ്ഥലത്ത് ഒരു ഫ്രിഡ്ജ് പോലെ ദൈവം അത് ആക്കിയിടുമായിരുന്നു. അതിന് മുകളിലേക്ക് മഞ്ഞ ദൈവം സ്വർഗത്തിൽ ഉണ്ടാക്കുന്ന ശക്തിമാടപ്പമാകുന്ന മഞ്ഞ പൊഴിച്ച ശേഷമായ അതിന്റെ മീതെ വീണ്ടും ഐസിട്ട് മൂടുമായിരുന്നു. അങ്ങനെ വളരെ സുരക്ഷിതമായി പൊടി പോലും പിടിക്കാതെ സ്വർഗത്തിന്റെ അടുക്കളയിൽ നിന്നുണ്ടാക്കിയെടുത്ത, പർദീസിൽ നിന്നുണ്ടാക്കിയെടുത്ത ആഹാരം അവർക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഈ മരുഭൂമിയിൽ ദൈവം ഒരുക്കി കൊടുത്തു. അവർക്ക് അതിന് കഷ്ടപ്പാട് അറിയത്തില്ലായിരുന്നു. വെയിൽ മൂത്ത് വരുമ്പോൾ മുകളിലുണ്ടായിരുന്ന മഞ്ഞ് ഉരുകി മാറും. മഞ്ഞ പറിച്ചെടുത്ത് അത് പൊടിച്ച് ദോശ പോലെ ഉണ്ടാക്കി കഴിക്കാമായിരുന്നു. അവർക്ക് ഇതിന്റെ പിമ്പിൽ
ഉള്ള ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ചുള്ള ഗ്രാഹ്യം നഷ്ടപ്പെട്ടു. വെറുതെ പെറുക്കിയെടുത്തപ്പോൾ വിലയില്ലാതായി പോയി. ഇന്ന് രാത്രിയിലും യൂട്യൂബിലൂടെയും മറ്റു പല കാര്യങ്ങളിലൂടെയും ദൈവം ലഭിക്കുന്നുണ്ട്, ശരിയാ. പക്ഷേ അതിന്റെ പ്രാധാന്യത മനസ്സിലാക്കിക്കൊള്ളണം. ഗൗരവമുള്ളതായി ദൈവം എടുക്കണം, നിസ്സാരമാക്കി കളയരുത്. അതെ, ദൈവം നമുക്കിന്ന് ഒഴിച്ചു തന്നിരിക്കുന്നത്, ദൈവം ധാരാളമായി നൽകിയിരിക്കുന്നത്, അതിനെ നിസ്സാരമായി കാണരുത് എന്ന് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കുക. അങ്ങനെ വചനത്തെ അല്ലെങ്കിൽ അപ്പത്തെ, ദൈവം കൊടുത്ത ആഹാരത്തെ അവർ നിരസിച്ചു കളഞ്ഞപ്പോൾ, വെറുപ്പാകുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. കുറുകുറുപ്പുകാരായിരുന്ന, ദൈവം കൊടുത്ത ആഹാരത്തെ നിസ്സാരമാക്കി കളഞ്ഞവരുടെ ദൈവത്തിന് സർപ്പത്തെ അയച്ചു. ദൈവം ദുഷ്ടതയുടെ പ്രവർത്തികൾ, ദൈവം ചെയ്ത പ്രവൃത്തിയെ മനസ്സിലാകാതെ പോകുമ്പോൾ ദൈവം ശിക്ഷിക്കും. അതുകൊണ്ട് വിനയത്തോടെ താഴ്മയുടെ ദിവസം നമുക്ക് സമർപ്പിക്കാൻ. കർത്താവേ, അങ്ങ് ചെയ്ത എത്രയോ വലിയ പ്രവൃത്തികളാണ് ഞങ്ങൾ ഓരോരുത്തരും. ഈ രക്ഷയുടെ സന്ദേശം കേൾക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, നിത്യതയെ കുറിച്ച് കേൾക്കുമ്പോൾ, ദൈവമേ, അങ്ങ് ചെയ്തത് ചെറിയൊരു കാര്യമല്ല, എത്ര വലിയ കാര്യമാണ്. ഈ രക്ഷ എത്ര വലിയ ഘനമേറിയ കാര്യമാണ്, എത്ര വലിയ രക്ഷയാണ്. അതിനെ നാം ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റിയൊഴിയുമെന്നാണ് പറഞ്ഞത്. ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ, കേൾക്കുന്ന വിശുദ്ധന്മാരെ, ദൈവമക്കളെ, അത് എന്നോട് തന്നെ ദൈവാത്മാ പറയുക. പലപ്പോഴും നാം ദൈവം ഒരുക്കിയ ഈ രക്ഷയെ അത് ഗണ്യമാക്കാതെ പോകുന്നവരാണെങ്കിൽ രാത്രി ദൈവാത്മാ പറയുക, അത് ശിക്ഷിക്കാതെ മാറ്റി. ദൈവം കൊടുത്തിരുന്ന, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഇവരുറങ്ങുമ്പോൾ അവർക്ക് വേണ്ടി രാവിലെ ഭക്ഷിപ്പാൻ ആഹാരം ദൈവം ഒരുക്കി കൊടുത്തു. എത്ര സസ്യകരമായ ആഹാരം വെറുതെ മണ്ണിൽ ആ മരുഭൂമിയിൽ ചെതറിക്കൊടുക്കുകയല്ല ചെയ്തത്. അതിനെ വേണ്ട രീതി സംരക്ഷിച്ച് ലോകത്തിൽ ഏറ്റവും ആദ്യമായി ഫ്രിഡ്ജ് സിസ്റ്റം ഉണ്ടാക്കി അതിൻ്റെ അകത്തത് ക്രമിച്ചു പോകാതെ നല്ല രീതിയിൽ സൂക്ഷിച്ചു വെച്ച് അത് കൊടുത്ത് വെയിൽ മൂക്കുമ്പോൾ ഇത് ഉരുകി മാറി വെളിപ്പെട്ടത് പെറുക്കിയെടുത്ത് ദൈവം കൊടുത്തു. അങ്ങനെ 25 ലക്ഷം ആൾക്കാർക്ക് വേണ്ടിയുള്ള ആഹാരം ദൈവം മരുഭൂമിയിൽ കൊടുത്തപ്പോൾ അവരെ നിസ്സാരമായി കരുതിയെങ്കിൽ ദൈവം നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെ ഓർത്ത് രാത്രി സ്തോത്രം ചെയ്യണം. അതെ, എത്ര സ്തോത്രം ചെയ്താലും മതിയാകിയില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തികളെ ഓർത്ത് നിസ്സാരമായി കാണുന്നത്. പുതിയൊരു പ്രതിസന്ധി വരുമ്പോൾ, പുതിയൊരു വിഷയം വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളെ മറന്നു പോകാതെ ആ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതാണ് ദൈവത്തിന് പ്രസാദമായിട്ടുള്ള. കർത്താവേ, അന്ന് ഞാൻ പ്രതിസന്ധിയിലായപ്പോൾ, എന്റെ കുടുംബ പ്രതിസന്ധിയിലായപ്പോൾ നീ എന്നെ രക്ഷിച്ച ദൈവമാണ്. ഈ പ്രതിസന്ധിയിലും മേലാലും നടത്തുവാൻ നീ അങ്ങ് മതിയായി. ദൈവത്തിന് നന്ദി കരയറ്റുന്നവരാണ്. നമ്മൾ നിസ്സാരനെ പോലെ ദുശാഠ്യമുള്ളവരാണ്. നമ്മള് നിസ്സാരമാക്കി കണക്കാക്കുന്നവർ, ഞങ്ങൾക്കത് വെറുപ്പാണെന്ന് പറയുന്നവരാണോ? സംഗീതത്തിൽ നിനക്ക് വെറുപ്പാണോ? സുവിശേഷം നിനക്ക് വെറുപ്പാണോ? പഴയ നിനക്ക് വെറുപ്പാനുള്ള കാര്യമാണോ? അതെ, വെളിപ്പാട് പുസ്തകം വെറുപ്പുള്ള കാര്യമാണോ? ദൈവം തന്നിരിക്കുന്നത് നമ്മുടെ വിടുതലിന് വേണ്ടിയുള്ള കാര്യമാണ്. നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത് അതിനെ ഭക്ഷിപ്പാൻ, അതിനെ പാനം ചെയ്യുവാൻ നാം സന്തോഷമുള്ളതായിരിക്കും. അങ്ങനെ അവര് ഇതിനെ വെറുത്തു കഴിഞ്ഞപ്പോൾ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നത്. പാപം എന്താണെന്നറിയാം. മരണം വന്ന് കയറുമ്പോഴേ പാപം മനസ്സാകത്തു. മരിച്ചു വീഴുന്ന കണ്ടു കഴിഞ്ഞപ്പോ പറഞ്ഞു, പാപം ചെയ്തു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യോട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് മിസ്രൈമിലെ ഫറവോൻ ഇത് തന്നെയല്ലേ ചെയ്തത്. അതായിരുന്നു കഷ്ടത വന്ന് പ്രതിസന്ധി വന്ന് വല്ല അവധി കഴിയുമ്പോഴും പ്രാർത്ഥിക്കണം കേട്ടോ. പ്രശ്നം മാറി കഴിയുമ്പോൾ തന്നെ പ്രാർത്ഥന വേണം. ദൈവം വേണ്ട. സൈന്യം പറഞ്ഞ് ഞങ്ങൾ പാപം ചെയ്തു. ഇത് മാറ്റം പരിഹാരം ഉണ്ട്. ഒറ്റ കാര്യമേ ഉള്ളൂ. അഗ്നിസർപ്പങ്ങളെ ഞങ്ങൾ ഓടിച്ചാൽ പോകത്തില്ല. ദൈവം അയച്ചതാണെങ്കിൽ
നിന്റെ ഒരു വിരുത് കൊണ്ടും എന്റെ ഒരു വിരുത് കൊണ്ടും അത് ഓടിപ്പോകരുത്. അത് അയച്ചതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഇതിനു വേണ്ടിയാണ്, മനസ്സിലാക്കാൻ വേണ്ടി, തിരിച്ചറിയാൻ വേണ്ടി. അതിനിടയിൽ അഗ്നിസർപ്പങ്ങൾ പുറപ്പെടും. അഗ്നി സർപ്പങ്ങൾ, അഗ്നി തീയാണ്, തീപ്പാമ്പുകൾ, അഗ്നിസർപ്പങ്ങൾ, ഫയറി സ്നേക്സ്. സാധാരണ പാമ്പല്ല, ദൈവം അയച്ചതാണ്. ഇറങ്ങി കടിച്ച തല്ലിക്കൊല്ലാൻ പറ്റത്തില്ല, ദൈവം അയച്ചതിനെ കൊല്ലാൻ പറ്റത്തില്ല. അതാണ് പ്രത്യേകത. അഗ്നിസർപ്പങ്ങൾ അവരെ കടിച്ചു, അത് മുഖാന്തരമായി വളരെ ജനം മരിച്ചു. അത് നോക്കിക്കാണും കൊല്ലാനായിട്ട്, പക്ഷേ സാധിച്ചില്ല. ദുശാഠ്യമുള്ള ജനതയെ ദൈവം അയക്കുന്ന നിനക്ക് നശിപ്പിക്കാൻ കഴിയത്തില്ല. ഭഗവാൻ മുഴുവനും നോക്കിയതല്ലേ, അവന്റെ കഴിവ് മുഴുവൻ പ്രയോഗിച്ചു നോക്കിയതല്ലേ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന്, പക്ഷേ സാധിച്ചില്ല. അവസാനം ദൈവസന്നിധി വന്നു. മോശയോട് പറഞ്ഞു, പാപം ചെയ്തിരിക്കുന്നു, സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട് കാര്യം പറഞ്ഞു, രക്തസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. അതൊന്ന് സാക്ഷ്യമുള്ള ജനത. ഇവർക്കൊറ്റ ഒരു അടയാളം ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ഇവർ ജീവിക്കണമെങ്കിൽ ഒരു കാര്യം ഞാൻ എന്നോട് പറയാൻ, ഒരു അനുസരിക്കണം. ഒരു മുകളിലേക്കൊന്ന് നോക്കണം. താഴത്തെ നോട്ടം മതിയാക്കി മുകളിലേക്കൊന്ന് നോക്കണം. അതിനുവേണ്ടി ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യും, ഒരു കൊടിമരം ഉണ്ടാക്കി രക്തസർപ്പത്തെ ഉണ്ടാക്കി അതിനെ തൂക്കുക, അതിനെ നോക്കിയാൽ ജീവിക്കുന്നു പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ടെടുത്ത സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ദൈവം ഈ സർപ്പങ്ങളെ അവിടെ നിന്ന് മാറ്റിയില്ല. ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തു. പറഞ്ഞു, ഈ അഗ്നിസർപ്പത്തെ, കടിക്കുന്ന അഗ്നിസർപ്പം, നിങ്ങളെ കൊല്ലത്തെ അഗ്നിസർപ്പത്തെ ഒരു കാര്യം ചെയ്യും, അതിന്റെ പിച്ചള കൊണ്ടുള്ള ഒരു താമസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കുക. അവര് ജീവിക്കാൻ വേണ്ടി ആ താമരസർപ്പത്തെ, അഗ്നിസർപ്പത്തെ നോക്കുമ്പോൾ കടികൊള്ളുന്നവൻ ജീവിക്കും എന്ന് പറഞ്ഞു. ഇത് നിഴലായിരുന്നു. ഈ നിഴലായിട്ടുള്ളത് പൊരുളായി കർത്താവ് പറഞ്ഞു. മനുഷ്യന്റെ പാപം നിമിത്തം ദൈവത്തിനകന്നപ്പോ ദൈവത്തോട് പെറുപെറുത്ത് ദൈവത്തിന് അകന്നുപോയി ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചു. മരണം മാത്രം മതി എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന മനുഷ്യന് ദൈവം അവനോട് യഥാർത്ഥത്തിലുള്ള മരണം അവന്റെ ജീവിതത്തെ കടത്തിവിട്ടപ്പോൾ മനസ്സിലായി, അതെ, എങ്ങനെയെങ്കിലും ജീവിക്കണമെന്നുള്ള ചിന്ത വന്നപ്പോൾ പറയുക, ഞങ്ങൾക്ക് ജീവിക്കണം, അതുകൊണ്ട് നീ പ്രാർത്ഥിക്കണം. പറഞ്ഞൊരു കാര്യം ചെയ്യും, മനുഷ്യവംശത്തെ മുഴുവൻ കാണിക്കുക, മനുഷ്യലോകത്തെ മുഴുവൻ കാണിക്കുക. പാപത്തിന്റെ കടിയേറ്റ് മരിച്ചു പോകുന്ന മനുഷ്യന് ഉയർക്കുക, പാപത്തിന് പരിഹാരമായി തീരുവാൻ വേണ്ടി മരിച്ച ക്രിസ്തുവിനെ ഒരു കൊടി മരത്തിന്മേൽ തൂക്കുവാനിടയെത്തും. യേശു ക്രിസ്തു ഉയർത്തപ്പെടും എന്നുള്ളത് പഴയ നിയമത്തിൽ അവർക്ക് ദൈവം അതിന്റെ തെളിവായി ഈ താമസത്തെ മരുഭൂമിയിൽ ഉയർത്തുവാനിടയെത്തും. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരും, അന്ന് ഇസ്രായേലിനത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള മരണത്തിൽ നിന്ന് പറഞ്ഞാൽ, നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ജഡമരണത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി, ജഡമരണം, ജഡത്തിൽ അവർ മരിച്ചു പോവുകയാണ്. അന്ന് പാമ്പ് കടിയേറ്റ് ജഡത്തിൽ മരിച്ച മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് ഒരു കൊടിമരത്തിൽ പിച്ചള സർപ്പത്തെ തൂക്കി അതിനെ നോക്കുന്നവർ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മോശ പറഞ്ഞു. മോശ അതുപോലെ ചെയ്തു. അതനുസരിച്ച് കടിയേൽക്കുന്നവനെ നോക്കി ജീവിക്കുവാനിടയെത്തുന്നു. അങ്ങനെ ഒരു തന്നെ അവർക്ക് മനസ്സിലായി, വിശ്വാസം പഠിപ്പിച്ച ദൈവം അവരെ മരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ നിസ്സാരമാക്കി കളഞ്ഞിരുന്ന വ്യക്തികൾക്ക് മനസ്സിലായി, ജീവിക്കണമെങ്കിൽ ഉയരത്തിലേക്ക് നോക്കണം. കടിയേറ്റ് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ആദ്യം ഒരുത്ത് നോക്കി അവൻ ജീവൻ പ്രാപിച്ചു. മറ്റവർക്ക് മനസ്സിലായി, ഇനി കടിയേറ്റാൽ നോക്കിയാൽ മതി, ഈ പിച്ചള സർപ്പം ഉള്ളത് കൊണ്ട് രക്ഷയുണ്ടെന്ന് മനസ്സിലായി. രാത്രിയിൽ പാപത്തിന്റെ കടിയേറ്റ് മരണത്തിലായി തീർന്ന മനുഷ്യവംശത്തെ രക്ഷിപ്പാൻ പിതാവാം ദൈവം തന്റെ പുത്രനെ കുരിശിന്മേൽ തൂക്കുവാനിടയാക്കും. പൈശാചിക പാപത്തിന്റെ കടിയേറ്റ് മരണത്തിലായി തീർന്ന നിത്യജീവൻ നഷ്ടപ്പെട്ടു പോയ നിത്യമരണത്തിന് യോഗ്യയായി തീർന്നവര്, അതിന്റെ ശിക്ഷയായി തീർന്നവര് കർത്താവെന്ന് പറയുക,
യേശുവിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുവാൻ. സർവഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീണെന്നുള്ള ദൈവജനം. തെക്കെന്നും കിഴക്കെന്നും വടക്കെന്നും പടിഞ്ഞാറെന്നും സകല ഭൂസീമാവാസികളായിട്ടുള്ളവർക്ക് രക്ഷപ്പെടുവാൻ വേണ്ടി നിത്യ മരണത്തിൽ വിടൽ പ്രാപിപ്പാൻ അഗ്നിസർപ്പം കടിച്ച് മരിച്ചുപോയ ജഡത്തിൽ മരിച്ചുപോയ ഈസായ ജനത്തിന് പരിഹാരമായി തീരുവാൻ വേണ്ടി ദൈവം ഉയർത്തിയത് പിച്ചസർപ്പത്തെയായിരുന്നെങ്കിൽ ആത്മാവിൽ മരിച്ചുപോയ നിത്യമരണത്തിൽ അടിമയായി തീർന്ന മനുഷ്യവംശത്തെ രക്ഷിപ്പാൻ വേണ്ടി യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് അവൻ നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ തൂക്കപ്പെടും, അവങ്കിലേക്ക് നോക്കിയാൽ നിത്യജീവൻ പ്രാപിക്കാം എന്നുള്ള സന്ദേശമാണ് അന്ന് അവിടെ കൊടുക്കുവാനിടത്തുന്നെങ്കിൽ രാത്രി നമുക്ക് ദൈവത്തിൽ ഏൽപ്പിക്കാൻ. കർത്താവെ, അങ്ങനെ നോക്കി ജീവൻ പ്രാപിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. ഞങ്ങൾ ഒരു കാലത്ത് പിറുകൊടുക്കുന്നവരായിരുന്നു, ഞങ്ങൾ ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരായിരുന്നു, ഇത് എന്താണെന്ന് ചിന്തിച്ചവരായിരുന്നു. കർത്താവെ, എന്നാൽ ദൈവകൃപയാ ക്രിസ്ത്യാനി എന്ന പേരിന്റെ അർത്ഥത്തെക്കുറിച്ചും ക്രിസ്ത്യാനിത്വം എന്താണെന്നും വിശ്വാസം എന്താണെന്നും അതുമുഖാതെ ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ദൈവകൃപയെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും വരുവാനുള്ള ലോകത്തെക്കുറിച്ചും ഞങ്ങൾക്ക് ലഭിക്കുന്ന പദവിയെക്കുറിച്ചും ഒക്കെ അങ്ങനെ നോക്കിയത് മുഖാന്തരമായി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ദൈവസ്നേഹത്തിന്റെ കരങ്ങളെത്തുന്ന രാത്രി സ്തോത്രം ചെയ്താട്ട് നമ്മൾ നിത്യമരണത്തെ മാറ്റി നിത്യജീവനോഗ്യക്കാരാക്കി തീർക്കുവാൻ വേണ്ടി കാൽവരിയിൽ പിതാവാൻ ദൈവം ഉയർത്തിയ ആ കൊടിമരത്തിൽ തൂക്കിയ ക്രിസ്തുവിനെ രാത്രി നോക്കി നമുക്ക് എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാകുവാൻ, നമ്മുടെ മനസ്സിന്റെ ക്ഷീണം മാറുവാൻ, നമ്മളെ ധൈര്യപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ, ആത്മാവിൽ ശക്തീകരിക്കുവാൻ, നിത്യജീവന്റെ സാക്ഷികളാക്കി നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അവങ്കിലേക്ക് നോക്കാം എന്നുള്ള സന്ദേശം കൈമാറിക്കൊണ്ട് ഞാൻ ഈ വചന പഠനത്തിന് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് വിരാമിടുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.